104 സങ്കീർത്തനം 20-21 വാക്യങ്ങൾ ആദ്യം വായിക്കാം. 104 സങ്കീർത്തനം 20-21 വാക്യം. നീ ഇരുട്ട് വരുത്തുന്നു, രാത്രി ഉണ്ടാകുന്നു, അപ്പോൾ കാട്ടുമൃഗങ്ങളൊക്കെയും സഞ്ചാരം തുടങ്ങുന്നു. ബാലസിംഹങ്ങൾ ഇരയ്ക്കായി അലറുന്നു, അവ ദൈവത്തോട് തങ്ങളുടെ ആഹാരം ചോദിക്കുന്നു. അടുത്തത്, സൂര്യൻ ഉദിക്കുമ്പോൾ അവ മടങ്ങുന്നു. ഒന്നുകൂടെ കൈ ഉയർത്തി ശക്തിയോടെ ദൈവത്തെ ശ്രദ്ധിച്ചേ. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരിക്കണം. ഇവിടെ രാത്രിയുടെ ഒന്നാമത്തെ പ്രത്യേകതയായി വായിച്ചത്, നീ ഇരുട്ട് വരുത്തുന്നു, അപ്പോൾ രാത്രി ഉണ്ടാകുന്നു. രാത്രിയിൽ കാട്ടുമൃഗങ്ങൾ സഞ്ചാരം തുടങ്ങുന്നു. രാത്രിയുടെ ഒന്നാമത്തെ പ്രത്യേകത, മൃഗങ്ങൾ സഞ്ചാരം തുടങ്ങുന്നു. മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞാൽ കാട്ടിൽ കിടക്കുന്ന മൃഗങ്ങൾ നാട്ടിൽ വരുമെന്നല്ല, മനുഷ്യൻ തന്നെ മൃഗമായി മാറുമെന്നാണ്. 12 സങ്കീർത്തനം 7 വാക്യം, മനുഷ്യപുത്രന്മാരുടെ വഷളത്വം പ്രബലപ്പെടുമ്പോൾ ദുഷ്ടന്മാർ എല്ലായിടവും സഞ്ചരിക്കുന്നു. 49 സങ്കീർത്തനം 20 വാക്യം, ജ്ഞാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായി മാറിയാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനാകും. ശ്രദ്ധിക്കുന്ന സുഹൃത്തുക്കളെ, യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിന് തൊട്ടുമുമ്പും അതിനുശേഷവുമുള്ള മനുഷ്യന്റെ അവസ്ഥ, മനുഷ്യൻ മൃഗസമാനനായി മാറും. നമ്മൾ ഈ ടി വിയിലൊക്കെ ഇപ്പോൾ കാണുന്നത് എന്താണ്? മൃഗീയത, 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 നിഷ്ഠൂരത, നിഷ്ഠൂരത, നിഷ്ഠൂരത. സത്യത്തിൽ മൃഗീയത എന്ന് പറഞ്ഞാൽ മൃഗം പോലും ലജ്ജിക്കും. കാരണം മൃഗത്തെ കൂടെ ലജ്ജിപ്പിക്കുന്ന കാര്യമാ മനുഷ്യൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ മൃഗവും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം? ഞാൻ പറഞ്ഞു തരാം. മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. ഈ പരിണാമ സിദ്ധാന്ത പ്രകാരം മനുഷ്യൻ പരിണാമശ്രേണിയിലെ അവസാന കണ്ണിയാണ്. അതായത് പരിണമിച്ച് പരിണമിച്ച് പരിണമിച്ചാണ് മനുഷ്യൻ ഉണ്ടായത്. പരിണാമ സിദ്ധാന്ത പ്രകാരം മനുഷ്യന്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് കൊരങ്ങച്ചനാണ്. അവര് പറയുന്നു കൊരങ്ങച്ചനിൽ നിന്ന് കുരിയച്ചൻ ഉണ്ടായെന്ന്. സ്വതന്ത്രം. പക്ഷെ നിങ്ങൾ ചിന്തിക്കുക, മനുഷ്യനെ മൃഗത്തിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, എല്ലാവരും ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. മനുഷ്യന് നഗ്നതാബോധമുണ്ട്, മൃഗത്തിന് നഗ്നതാബോധമില്ല. മനുഷ്യന് ധാർമ്മികതയുണ്ട്, മൃഗത്തിന് ധാർമ്മികതയില്ല. മനുഷ്യന് ആരാധന ചിന്തയുണ്ട്, മൃഗത്തിന് ആരാധന ചിന്തയില്ല. മനുഷ്യന് മരണാനന്തര പ്രത്യാശയുണ്ട്, അതില്ല. മനുഷ്യന് മനസാക്ഷിയുണ്ട്, മനസാക്ഷി കുത്തുണ്ട്, മൃഗത്തിന് അതില്ല. ഒന്നുകൂടെ മനസ്സിലാക്കി തരാം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പരിണാമശ്രേണിയിലെ അവസാന കണ്ണിയാണ് കൊരങ്ങച്ചനെങ്കിൽ കാവാലം അല്ലേ? കാവാലങ്കാരോട് ഞങ്ങൾ ചോദിക്കട്ടെ, കാലം ഇത്ര പുരോഗമിച്ചിട്ടും ഇവിടെയുള്ള കൊരങ്ങച്ചന്മാരെല്ലാം കൂടെ ചേർന്ന് എന്തുകൊണ്ടൊരു തുണിക്കട തുടങ്ങിയില്ല? എന്തുകൊണ്ടൊരു ഷിമാട്ടിയോ പാർത്താസോ ആരംഭിച്ചില്ല? എന്തുകൊണ്ടൊരു തയ്യക്കട തുടങ്ങിയില്ല? അപ്പൊ തുണി കൊടുക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും അവർക്ക് വിശ്വാസമായിട്ടില്ല. അപ്പൊ മനുഷ്യനെ നഗ്നതാബോധമുള്ളൂ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. 2, ധാർമ്മികത. കാലം ഇത്ര പുരോഗമിച്ചിട്ടും ഏതെങ്കിലും ഒരു കൊരങ്ങച്ചൻ ഒരു ഞായറാഴ്ചയോ വല്ലതും വിളിച്ച്, എടാ അളിയനെ വിളിച്ചിട്ട് നമുക്ക് നമ്മുടെ മോനൊരു പെണ്ണ് കാണാൻ പോവാന്ന് പറയാറുണ്ടോ? കല്യാണ ആലോചനയില്ല, കല്യാണം നടത്തിപ്പില്ല, പ്രസവത്തിന് വിളിയില്ല, ഹണിമൂണില്ല. അവർക്ക് ഇണചേരാൻ ഏതെങ്കിലും ഒരു മൃഗം, അതിപ്പം പ്രായം കൂടിയതോ കുറഞ്ഞതോ പ്രശ്നമല്ല. എന്നാൽ മനുഷ്യൻ അങ്ങനെ അല്ല. മനുഷ്യന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. മൃഗത്തിന് ഏതെങ്കിലും ഒന്ന് മതി. അതുപോലെ നിങ്ങൾ ചിന്തിച്ച്, ഏതെങ്കിലും ഒരു മൃഗത്തിന് ആരാധന ചിന്തയുണ്ടോ? ഒരു അമ്പലം പണിതോ, ഒരു പള്ളി പണിതോ, ഒരു മോസ്ക് പണിതോ? ഏതെങ്കിലും ഒരു മൃഗം രാവിലെ അയ്യോ ഇന്ന് ഞായറാഴ്ചയാ പള്ളി പോണെന്ന് പറയോ? വെള്ളിയാഴ്ച എന്ന് പറയോ? അമ്പലത്തിൽ? കാരണം അതിനാ ചിന്തയില്ല. ഏതെങ്കിലും ഒരു മൃഗം മരണാനന്തര കർമ്മം ചെയ്യാറുണ്ടോ? ഇല്ല, അതിനകത്ത് ചിന്തയില്ല. 30, 40 അടിയന്തരവും 41 അടിയന്തരവും നടത്തില്ല. കാരണം മനുഷ്യൻ മാത്രമേ ഉള്ളൂ ആ ചിന്ത. അപ്പൊ ഓർത്തോണം, മനുഷ്യൻ മൃഗമല്ല, മനുഷ്യൻ വ്യത്യസ്തനാണ്, മനുഷ്യൻ വിലയുള്ളവനാണ്.
കഴിഞ്ഞ രാത്രിയോടെ ഞാൻ പ്രസംഗിച്ചു, മനുഷ്യന് വില നൽകുന്ന ഒരു പുസ്തകം ഈ ഭൂമിയിലുണ്ടെങ്കിൽ അത് വിശുദ്ധ വേദപുസ്തകം മാത്രമാണ്. കയ്യൊന്നടിച്ച് വായപ്പറന്ന് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചു. ഈ ബൈബിൾ മാത്രമാണ് മനുഷ്യന് വില തരുന്നത്. വേദപുസ്തകം മനുഷ്യന് കൊടുക്കുന്ന വില മുഴു ലോകത്തേക്കാൾ വിലയാണ്. ഞാൻ പറഞ്ഞു വരുന്നൊരു സാരം, സുഹൃത്തുക്കളെ, മനുഷ്യന് മനസാക്ഷിയുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, എല്ലാം വിവരിക്കാൻ നേരമില്ല. പക്ഷെ ഇന്ന് മനുഷ്യൻ എന്താ കാണിക്കുന്നത്? നഗ്നതാബോധമില്ല, ധാർമ്മികതയില്ല. അതൊക്കെ നമ്മൾ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മനസാക്ഷി കുത്തില്ല. ഞാൻ ഒന്നുകൂടെ പറയാം, നോക്കൂ. ആന, പാപ്പാൻ ആനയ്ക്ക് പട്ട കൊടുക്കുന്നു, തീറ്റ കൊടുക്കുന്നു. ഈ ആനയ്ക്ക് മതമിളകിയാൽ ഈ പാപ്പാനെ കുത്തിമണർത്തും, കാലെ പിടിച്ച് താഴെ വാരി അടിക്കും. തലയോടുകൾ പൊട്ടി തലച്ചോറുകൾ ചിന്നിച്ചിതറി കിടക്കുന്ന പാപ്പാൻ അവിടെ കിടക്കുമ്പോൾ തന്നെ ആന പനംപട്ട തിന്നും. കാരണം ആനയ്ക്ക് മനസാക്ഷി കുത്തില്ല. എന്നാൽ മനുഷ്യൻ അങ്ങനല്ല. ഒരാളെ വേദനിപ്പിച്ചാൽ, ഒരാളോട് ആവശ്യമില്ലാത്തൊരു വാക്ക് പറഞ്ഞാൽ അവനെ മനസാക്ഷി കുത്തും. മനസാക്ഷി പോയവന്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഞാൻ പറയട്ടെ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഇന്ന് എന്താണ് നമ്മൾ കാണുന്നത്? മനുഷ്യൻ മൃഗത്തെക്കാൾ അധപ്പതിച്ചിരിക്കുകയല്ലേ? ധാർമ്മികതയുണ്ടോ? മനസാക്ഷിയുണ്ടോ? മനസാക്ഷി കുത്തുണ്ടോ? എന്തൊക്കെയാ കാണുന്നത്? നിങ്ങൾ വായിക്കുന്ന എന്താണ്? എറണാകുളത്ത് നിന്നൊരു പെൺകൊച്ച് ഷൊർണൂരേക്ക് പോകുകയാ. നാളെ അവളെ പെണ്ണ് കാണാൻ ഒരു കൊച്ചൻ വരുന്നുണ്ട്. മോഹന പ്രതീക്ഷയോടെ അവൾ ട്രെയിനിൽ കയറി യാത്ര ചെയ്യുന്നു. വടിയിൽ വെച്ചൊരു മനുഷ്യമൃഗം കയറുന്നു. വടിയിൽ വെച്ച് അവളെ പിടിച്ച് റെയിൽവേ ട്രാക്കിലേക്ക് തള്ളുന്നു. അവൾ താഴെ വീഴുന്നു. അവളുടെ തലയെടുത്ത് ആ റെയിൽവേ ട്രാക്കിൽ ഇടിക്കുന്നു. തലയോടുകൾ പൊട്ടി തലച്ചോറുകൾ ചിന്നിച്ചിതറി കിടക്കുന്ന ആ സഹോദരിയുടെ മേൽ അവന്റെ മാംസദാഗം തീർക്കുന്നു. ഇനി എന്തൊക്കെയാണ്? 8 വയസ്സ് പ്രായമുള്ളൊരു കുഞ്ഞിനെ വർഷങ്ങൾ പോലെ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിട്ട് വെള്ളം പോലും കൊടുക്കാതെ പീഡിപ്പിക്കുന്നു. നമ്മൾ ഈ ആനിമൽ പ്ലാനറ്റിലുമൊക്കെയാണ് കണ്ടിട്ടുള്ളത്. ഒരു മൃഗം, ഒരു കൊച്ചുമൃഗം സാധാ മൃഗത്തിന് നേരെ മൃഗങ്ങൾ ചാടി വീണ് ഛിന്ന ഭിന്നമാക്കി പിച്ചി ചിന്തുന്ന കാഴ്ച. പക്ഷെ ഇത് മനുഷ്യലോകത്തിൽ കാണുന്നു. ഇവിടെ എത്ര ശിക്ഷ കൂടിയിട്ടും ഇത് കുറയുന്നില്ല. ഈ രാത്രി ഞങ്ങളൊരു കാര്യം വിളിച്ചു പറയട്ടെ, ആരൊക്കെ ഇവിടെ ഭരിച്ചാലും മനുഷ്യന്റെ മൃഗീയത കുറയാൻ പോകുന്നില്ല, അത് കൂടാൻ പോകുന്നതേയുള്ളൂ. എന്നാൽ വേദപുസ്തകം പറയുന്നു, സൂര്യൻ ഉദിക്കാതെ മടങ്ങത്തില്ല. ഈ രാത്രി ഞങ്ങൾ വിളിച്ചു പറയട്ടെ, സൂര്യനായ ഉദിച്ചുയരാതെ മനുഷ്യന്റെ മൃഗീയത അവസാനിക്കത്തില്ല. ഒന്ന് കൈകൾ അടിച്ച ശക്തിയോടെ വാ തുറന്ന് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയ ദൈവമക്കളെ, യേശു കർത്താവ് മടങ്ങി വരാതെ മനുഷ്യന്റെ മൃഗീയത അവസാനിക്കില്ല. അതിക്രൂരമായ ശിക്ഷാക്രമം കൊണ്ടുവന്നിട്ടും പീഡനം വർദ്ധിക്കുന്നു. മനുഷ്യൻ മൃഗമാകുന്നു. ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം. ഇനിയും ഭരിക്കാൻ പോകുന്ന ഭരണാധികാരിയുടെ പേര് തന്നെ മൃഗമെന്ന. അതുകൊണ്ട് മനുഷ്യൻ മൃഗതുല്യനായി മാറുന്നു. വളരെ സമയം പോകുന്നു. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയണം. ഒന്ന്, മനുഷ്യൻ മൃഗമായി മാറും, മൃഗതുല്യനായി മാറും. രാത്രിയുടെ ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത വായിക്കാം. 91-ാം സങ്കീർത്തനം 5-ാം വാക്യം. 91-ാം സങ്കീർത്തനം 5-ാം വാക്യം വായിച്ചാട്ടെ. 91-ന്റെ 5. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പിക്കുക. അവിടെ 2 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒന്ന്, രാത്രിയിൽ ഭയം. മനുഷ്യന് ഭയം വർദ്ധിക്കുന്നു. നമ്മുടെ കാലം അങ്ങനെയാണ്. എപ്പോൾ എവിടെ എന്ത് സംഭവിക്കുമെന്നറിയാൻ വയ്യ. ഭീകരമായ അന്തരീക്ഷം ലോകം മുഴുവൻ നടക്കുന്നു. ഭയം വർദ്ധിച്ച കാലം, ഭയം വർദ്ധിക്കുന്ന കാലം. സ്തോത്രം. പക്ഷെ ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ വന്ന ദൈവമക്കളെ, വേദപുസ്തകം പറയുന്നു, നമ്മുടെ തലയിലെ മുടികൾ എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. ഒന്നതിൽ നിലത്ത് വീഴണമെങ്കിൽ തമ്പുരാൻ അറിയണം. എന്റെ ദൈവം അറിയാതെ, എന്റെ ദൈവം അനുവദിക്കാതെ എനിക്കൊന്നും സംഭവിക്കത്തില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ കൈകൾ ഉയർത്തിയാട്ടി ശക്തിയോടെ സ്തോത്രം ചെയ്യാം. 2, രാത്രി ഭയത്തിന്റെ വേളയാണ്. അവിടെ തന്നെ മറ്റൊരു കാര്യം എഴുതിയിട്ടുണ്ട്. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, ഉച്ചയ്ക്ക് സംഹരിക്കുന്ന സംഹാരം. അപ്പൊ രാത്രിയുടെ മറ്റൊരു പ്രത്യേകത, ഇരുട്ടിൽ മഹാമാരികളുണ്ട്. മഹാമാരികൾ ഇരുട്ടിൽ സഞ്ചരിക്കും. ശാസ്ത്രഭാഷയിൽ പറഞ്ഞാൽ ബാക്ടീരിയകൾ, വൈറസുകൾ, സൂക്ഷ്മാണുജീവികൾ, രോഗാണുക്കൾ ഇവയെല്ലാം പടരുന്നത് രാത്രിയിലാണ്. ഉച്ചയ്ക്ക് കത്തി ജ്വലിച്ചു നിൽക്കുന്ന സൂര്യപ്രകാശത്താൽ ഈ ബാക്ടീരിയകൾക്ക്, വൈറസുകൾക്ക്,
സഞ്ചരിപ്പാൻ കഴിയില്ല. എന്നാൽ രാത്രിയിൽ ഇവ നിർബാധം സഞ്ചരിക്കുന്നു. ഇതിന്റെ ആത്മീയർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, അതിഭീകരമായ മാരക രോഗങ്ങൾ മനുഷ്യനെ ഗ്രസിക്കുന്നു, തുടങ്ങിയിരിക്കുന്നു, അത് വ്യാപിപ്പാൻ പോകുകയാണ്. ഞാൻ എൻ്റെ പ്രഭാഷണ വേളയിൽ കൂടെ പറയാറുണ്ട്, ദൈവമക്കളെ, ഒരു രാത്രിയെങ്കിലും ബലത്തോടിരിക്കുന്നെങ്കിൽ നമ്മുടെ മിടുക്കല്ല, തമ്പുരാന്റെ കരുണയാണ്. എത്ര പേർക്ക് വാ തുറന്ന ശക്തിയോട് സ്തോത്രം ചെയ്യുവാൻ. മാരകങ്ങളായ രോഗങ്ങൾ, മരുന്ന് കണ്ടെത്താത്ത അസുഖങ്ങൾ പടർന്നു പിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിന് പ്രായവ്യത്യാസമൊന്നുമില്ല. ഞാൻ സാധാരണ പറയാറുണ്ട്, ഇന്ന് ഇവിടെ ഇരിക്കുന്ന നല്ലൊരു പങ്കാളികൾ ഗുളികപ്പുറത്തിരിക്കുന്നവരാ. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് ഗുളികകാലമാ. എന്നാ കാലമാ മനസ്സിലായില്ലേ? ഗുളികകാലം എന്ന് പറഞ്ഞാൽ ഒരു 70% ഗുളികപ്പുറത്താ, കുറച്ച് വരെ ഉള്ളെങ്കിലും. രാവിലെ ആഹാരത്തിന് മുമ്പ് ഒരു ഗുളിക, അതിനുശേഷം ഒരു ഗുളിക, ഉച്ചയ്ക്ക് ആഹാരത്തിന് മുമ്പ് ഒരു ഗുളിക, അതിനുശേഷം ഒരു ഗുളിക, വൈകിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഗുളിക, ഉറങ്ങിയ ശേഷം ഒരു ഗുളിക. ഞാനിവിടെ നിന്ന് ഒരു ഗുളിക എന്ന് പറഞ്ഞപ്പോൾ ഒരു പാസ് പുറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, എൻ്റെ ദൈവദാസ, ഒന്നല്ല, ഒരു പിടി ഗുളിക. സത്യവത. തുടക്കം ഒരു ഗുളികയില, സ്വത്രം, പിന്നെ ഒരു പിടി ഗുളികയാകും. പക്ഷെ ഈ രാത്രി ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ രാത്രി നീ ജീവനോടിരിപ്പാൻ കാരണം നീ വാരി വിഴുങ്ങുന്ന ഗുളികയുടെ ശക്തിയല്ല, നിന്നെ കാണുന്ന ഡോക്ടറുടെ മിടുക്കല്ല, നീ പോകുന്ന ഹോസ്പിറ്റലിന്റെ കഴിവ് കൊണ്ടല്ല. ഈ രാത്രി നീ ജീവനോടുന്ന സ്തോത്രം പറയാൻ കാരണം നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ഇവിടെ തീരാത്ത കൊണ്ട്. വാ തുറക്കൂ, കൈകളടിച്ചു ശക്തിയോട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന രാത്രി ഉച്ചഭാഷയോട് ഞങ്ങളെ കേൾക്കുന്ന സഹോദര, നീ ജീവനോടിരിപ്പാൻ കാരണം നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി തീരാത്തവണ്ട. ദൈവത്തിന്റെ പദ്ധതി തീർന്നാൽ ഒരു ഡോക്ടർക്കും ഒരു മരുന്നിനും നിന്നെ ഇവിടെ നിർത്താൻ കഴിയില്ല. നിങ്ങൾക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ ഒരു വട്ടം മനുഷ്യ പിശാചുക്കളാൽ നിർഭയ എന്ന പേരുള്ള, അവർക്ക് പത്രക്കാരുടെ പേരാ, പെൺകൊച്ച് ഉപദ്രവിക്കപ്പെട്ടു. വേണ്ടി ഇന്ത്യൻ ഗവൺമെന്റ് ഡൽഹി ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അതിവിദഗ്ധരായ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള മെഡിക്കൽ സംഘത്തെ ഉൾപ്പെടെ ഒരു വലിയ പ്ലെയിൻ ഹോസ്പിറ്റലാക്കി മാറ്റി ആ പെൺകൊച്ചിനെ സിംഗപ്പൂരിലേക്ക് ചികിത്സിക്കാനായി അയച്ചു. വളരെ പ്രശസ്തമായ ഹോസ്പിറ്റൽ. ഇവിടുന്ന് ഡോക്ടർമാരും പോയി. ആ ഡോക്ടർ ആ ഹോസ്പിറ്റലിൽ ഞാൻ പോയി കാണുകയുണ്ടായി. വളരെ പ്രശസ്തമാണ് ആ ഹോസ്പിറ്റൽ. സിംഗപ്പൂരിൽ പോയപ്പോൾ ഞാൻ ഇവിടെ പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വിലപ്പെട്ട ജീവൻ നിലനിർത്താൻ, പിടിച്ചു നിർത്താൻ ഡോക്ടർമാരാവുന്ന പരിശ്രമിച്ചു. പക്ഷെ ആ വിലപ്പെട്ട ജീവൻ പറന്നകന്നു പോയി. അപ്പോൾ ആ ഡോക്ടർ, ആ ഹോസ്പിറ്റലിന്റെ ഉടമസ്ഥനും അതിന്റെ പ്രധാനപ്പെട്ട ഫീഷ്കരനുമായ ഡോക്ടർ മലയാള മനോരമയ്ക്ക് നൽകിയ ഒരു ഇന്റർവ്യൂ ഉണ്ട്. ആ ഇന്റർവ്യൂ ആരംഭിക്കുന്ന എങ്ങനെയാന്ന് നിങ്ങൾക്കറിയാമോ? അതിങ്ങനെയാ: ജീവന്റെ ഉടമസ്ഥൻ ജീവനെ ചോദിച്ചാൽ വൈദ്യശാസ്ത്രത്തിന് യാത്രാമൊഴി ചൊല്ലാനേ കഴിയത്തുള്ളൂ. ആരും ഇന്ന് രാത്രി അഹങ്കരിക്കരുത്, ആരും നിഗളിക്കരുത്. നീ പുറത്തേക്ക് വിടുന്ന ശ്വാസം ദൈവത്തിന്റെ കരം അകത്തേക്ക് തള്ളിക്കയറ്റുന്നത് കൊണ്ട് ഈ രാത്രി നീ ജീവനോടിരിക്കുന്നു. ഒന്നുകൂടെ ദൈവമക്കളെ കൈകളടിച്ച ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഭീകരമായ മാരകങ്ങളായ രോഗങ്ങൾ, മരുന്ന് കണ്ടെത്താത്ത അസുഖങ്ങൾ. എന്തൊക്കെ അസുഖങ്ങളാ? നിപ്പ വൈറസ്, തക്കാളിപ്പനി, എന്തൊക്കെ അസുഖങ്ങളാ? ഒരു കാലഘട്ടം മുമ്പ് പേര് കേൾക്കാത്ത അസുഖങ്ങളാണ് ഇപ്പോൾ മനുഷ്യനെ ഗ്രസിക്കുന്നത്. ഞാനൊരു വലിയ സുവിശേഷ യോഗത്തിൽ പ്രസംഗിക്കുകയാണ്. പ്രസംഗശേഷം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞാൻ തെമ്പോട്ട് വിളിച്ചപ്പോൾ ഒരു തള്ള തന്റെ മോനുമായി അടുത്തു വരുന്നു. കണ്ടാൽ ആങ്ങളെയും പെങ്ങളെയും പോലെ ഇരിക്കും. മോനാണെന്ന് പറയില്ല. സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ, ഒരു സിനിമ സ്റ്റാറിനെ പോലെയുണ്ട്. അവനെ പ്രാർത്ഥിപ്പാൻ കൊണ്ടുവന്നു. ഞാൻ ചോദിച്ചത് ആരാണ്? അവർ പറഞ്ഞു എന്റെ മോനാണ്. എന്താണ് അസുഖം? കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അവർ പറഞ്ഞു, ഇതെന്റെ ഏകജാതനാണ്, തലകറങ്ങി കോളേജിൽ വീണു, അടുത്തടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അവസാനം ഡോക്ടർ കണ്ടെത്തി തലച്ചോറിൽ ക്ഷയമാണെന്ന്. ഞാൻ ആദ്യമായി കേൾക്കുക, തലച്ചോറിൽ ക്ഷയം. മറ്റുള്ളത് പ്രസംഗിക്കുമ്പോൾ എംഎഡ്കാരൻ വന്ന് എന്നോട് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്റെ മജ്ഞ ക്ഷയിക്കുന്ന രോഗമാണ്. ഞാൻ അതും പുതുതായി കേൾക്കുകയാണ്. വേറെടുത്ത് ചെന്നപ്പോൾ ചെറുപ്പക്കാരൻ പറഞ്ഞു, അകാലത്തിൽ ഞാൻ വൃദ്ധനാകുന്നു എന്ന് പറഞ്ഞാൽ 80 വയസ്സുകാരന്റെ അസുഖങ്ങൾ 30 വയസ്സുകാരന് ജരാനരകൾ വരുന്നു. വല്ലതും മനസ്സിലാകുന്നുണ്ടോ കുഞ്ഞേ? ഒരു രാത്രി നീ ബലത്തോടിരിക്കുന്നെങ്കിൽ തമ്പുരാന്റെ കരുണയാണെന്ന് ഓർക്കണം. മാരകങ്ങളായ രോഗങ്ങൾ, അസുഖങ്ങൾ ഇവിടെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർമാർ ഇവിടെ കൂടുന്നുണ്ട്, ഹോസ്പിറ്റൽ വർദ്ധിക്കുന്നുണ്ട്.
പക്ഷേ ഇതൊന്നും കുറയാൻ പോകുന്നില്ല, ഇത് കൂടാൻ പോകുകയാണ്. മരുന്ന് കൊണ്ടോ, സ്തോത്രം, വൈദ്യശാസ്ത്രം കൊണ്ടോ നിന്റെ ആയുസിനെ ദീർഘമാക്കാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. മരണത്തോടെ നീക്കുപോക്കിൽ നിനക്ക് തരുവാൻ അധികാരമുള്ള ഒരുവനുണ്ട്. അവനത്രയാണ് യേശുക്രിസ്തു. കൈകളടിച്ച് സന്തോഷത്തോടെ സ്തോത്രം പറയൂ. ഈ ഉച്ചഭാഷയോട് ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, ക്യാൻസർ വന്ന് മരിക്കുമെന്ന് പറഞ്ഞവർ ഇതിനകത്തിന് സ്തോത്രം പറയുന്നുണ്ട്. ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുമെന്ന് പറഞ്ഞവർ ഇതിനകത്തിന് സ്തോത്രം പറയുന്നുണ്ട്. കാരണം മരണത്തോട് നീക്കുപോക്ക് തരാൻ അധികാരം യേശു കർത്താവിന് മാത്രമാണ്. ഒന്നുകൂടെ കൈ ഉയർത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാവരും സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ രാത്രിയുടെ മറ്റൊരു 3 പ്രത്യേകത പറഞ്ഞു. 1, കാട്ടുമൃഗങ്ങൾ സഞ്ചാരം തുടങ്ങുന്നു. 2, രാത്രി ഭയത്തിൻ്റെതാണ്. 3, രാത്രിയിൽ വൈറസ് ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരികളുണ്ട്. രാത്രി മഹാമാരികൾ സഞ്ചരിക്കുന്നു. വായിക്കാം. രാത്രിയുടെ മറ്റൊരു പ്രത്യേകത നോക്കാം നമുക്ക്. വായിച്ചാട്ട് 30-ാം സങ്കീർത്തനം 5-ാം വാക്യം. 30-ാം സങ്കീർത്തനം 5-ാം വാക്യം. യെസ്. അവന്റെ കോപം ക്ഷണനേരത്തേക്കേ അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉച്ചസിലോ ആനന്ദഘോഷം വരുന്നു. ഒരിക്കൽ കൂടെ കൈ ഉയർത്തി സന്തോഷത്തോടെ സ്തോത്രം പറയാം. എവിടെ ഇരിക്കുന്നത്? ഇങ്ങനെയാണ്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. രാത്രി കരച്ചിലിന്റെ രാത്രിയാണ്, കരച്ചിലിന്റെ വേളയാണ്. പ്രഭാതം സന്തോഷത്തിൻ്റെതാണ്. നമ്മുടെ നാടിന്റെ പ്രത്യേകത, ഇവിടെ ഉയർന്നു നിൽക്കുന്ന 2 നില കെട്ടിടങ്ങളാണ്. ഇന്നലെ രാത്രി ഞാൻ പ്രസംഗിച്ചത് തമിഴ്നാടിനടുത്ത് കളിയിക്കവിളയ്ക്കപ്പുറമാണ്. ഞാൻ അവിടെയും പറഞ്ഞു, മറ്റൊരു വിഷയം പറഞ്ഞപ്പോൾ. കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, ഉയർന്നു നിൽക്കുന്ന വലിയ 2 നില കെട്ടിടങ്ങളാണ്. ഈ കെട്ടിടങ്ങളുടെ മുമ്പിൽ വലിയ മതിലുകളുണ്ട്. ചില മതിൽ കണ്ടാൽ തന്നെ ഒരു വീട് പണിയാനുള്ള കാശ് മതിലിനായിട്ടുണ്ട്. പക്ഷെ ഈ 2 നില കെട്ടിടങ്ങളുടെ ഉള്ളിലൊന്നും സ്വസ്ഥതയില്ലെന്നുള്ള സത്യം. സമാധാനമില്ല, നിലവിളിയ, മുറവിളിയ. സ്തോത്രം. ഒരു 12:30 മണി രാത്രിയിൽ 9 വയസ്സ് പ്രായമുള്ളൊരു പെൺകൊച്ചെന്നെ വിളിച്ചു. കുഞ്ഞ് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, എങ്ങനാ എൻ്റെ നമ്പർ കിട്ടിയെന്ന് എനിക്കറിഞ്ഞുകൂടാ, ഒന്ന് ടി വിയിൽ നിന്ന് കണ്ടതായിരിക്കും, അല്ലെ പുസ്തകത്തിൽ നിന്ന് കിട്ടിയതായിരിക്കും. അവൾ ഭീതിയോടാണ് വിളിക്കുന്നത്. രാത്രി 12:30 മണിക്ക് 9 വയസ്സുള്ള കുഞ്ഞ് ഒരു സമ്പന്നൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, മാസ്റ്റർ അങ്കിൾ, എൻ്റെ പപ്പ എൻ്റെ മമ്മിയെ കൊല്ലാൻ പോന്നു, കൊങ്ങായിക്ക് പിടിച്ചിരിക്കുക. ഞാൻ പേടിച്ചു പോയി. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേവൻ കൊല്ലല്ലേ, കാരണം കൊന്നിട്ടാൽ അന്വേഷണം എൻ്റെ പേർക്കൂടെ വരും. കാരണം ആ വീട്ടിൽ നിന്ന് ആദ്യത്തെ കോൾ എൻ്റെ പേർക്കാണ് വന്നേക്കുന്നത്. കൊന്നോയില്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്താ വലിയ കെട്ടിടം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം? ഇവിടുത്തെ മാത്രമല്ല, ഇംഗ്ലണ്ടിൽ നിന്നൊരു സഹോദരി എനിക്കൊരു മെയിൽ ചെയ്തു. അവർ പറഞ്ഞു 2.5 ലക്ഷം രൂപ ശമ്പളമുണ്ട്, പക്ഷേ എൻ്റെ പപ്പായ ഒന്ന് വിളിക്കണമെങ്കിൽ തെണ്ടണം, ആ ഭാഷയാ, ബെഗ് ചെയ്യണം. മറ്റൊരിടത്തു നിന്നൊരു സഹോദരി ജർമ്മനിയിൽ നിന്ന് പറഞ്ഞു, എന്നെ എൻ്റെ ഭർത്താവ് കാണുന്ന പട്ടിയെ പോലെയാണ്. സഹോദരങ്ങളെ, വീട് വലുതാ, പക്ഷെ അകത്ത് സ്വസ്ഥതയില്ല. ഞാൻ ഇന്ന് രാത്രി നാട്ടുകാരോട് പറയട്ടെ, ഞാൻ കൂടെ പറഞ്ഞൊരു പദമുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യമില്ലാത്ത 2 നില കെട്ടിടത്തേക്കാൾ, ദൈവ സാന്നിധ്യമില്ലാത്ത AC റൂമിനേക്കാൾ, ദൈവ സാന്നിധ്യമില്ലാത്ത മാർബിൾ തറയേക്കാൾ ദൈവത്തിന്റെ സാന്നിധ്യമുള്ള ചെറ്റക്കുടിലാണ് ശ്രേഷ്ഠത. ദൈവത്തെ മഹത്വപ്പെടുത്ത ഗ്രൗണ്ടിൽ വന്ന ദൈവവൈദ്യരെ, നിനക്ക് 2 നില കെട്ടിടമില്ലെങ്കിലും, നിനക്ക് മാർബിൾ തറയില്ലെങ്കിലും, നിന്റെ ചെറ്റക്കുടിൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ അതാണ് ശ്രേഷ്ഠത. എന്നും ചില്ലി ചിക്കനും ഫ്രൈ റൈസും ഇല്ലെങ്കിലും, എന്നും ബിരിയാണിയും മട്ടനും ഇല്ലെങ്കിലും, ഉണക്കക്കപ്പയുള്ളെങ്കിലും, വാട്ടുകപ്പയുള്ളെങ്കിലും, പൊടിയരിയക്കഞ്ഞി ഉള്ളെങ്കിലും, മക്കളോടൊപ്പം സ്തോത്രം പറഞ്ഞ് കുടിക്കാനൊക്കുമെങ്കിൽ അതാ ഭാഗ്യം. ഈ നാട്ടുകാരെ ഞങ്ങൾ വിളിക്കുന്ന ആ സന്തോഷത്തിലേക്കാണ്. ഒന്നോടെ ശക്തിയോട് കൈകൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട് ദൈവമക്കളെ. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും. ശ്രദ്ധിച്ചു കേൾക്കൂ, രാത്രി കരച്ചിലിൻ്റെതാണ്. പണ്ടൊക്കെ വീടുകളിൽ കിടന്ന ആളുകൾ മരിച്ചെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടന്നാണ്. കരച്ചിൽ അങ്ങോട്ട് മാറിയെന്നേ ഉള്ളൂ. നിങ്ങൾ എൻ്റെ മുഖത്ത് നോക്കിയിരിക്കൂ. നമ്മുടെ നാടിൻ്റെ അവസ്ഥ, ലോകത്തിൻ്റെ അവസ്ഥ. രാവിലെ മക്കളെ എങ്ങനെ നല്ല ഡ്രസ്സൊക്കെ ചെയ്ത്, യൂണിഫോമൊക്കെ ഇടിപ്പിച്ച്, സ്പ്രേയും പൗഡറും ഒക്കെ അടിച്ച് മുത്തം ചൊല്ലി പപ്പാമാർ മമ്മിമാർ യാത്രയാക്കുന്നു. വൈകിട്ട് അവിടെ ചേതനയറ്റ ശരീരത്തിൽ വീണ് അലമുറയിടുന്ന കാഴ്ച നമ്മൾ കാണുക.
രാവിലെ ഭർത്താക്കന്മാരെ പൂമുഖത്ത് നിന്ന് കൈവീശി യാത്രയാക്കുന്ന സഹോദരിമാർ, വൈകിട്ട് ചേതനയറ്റ ഭർത്താക്കന്മാരുടെ ഡെഡ് ബോഡിയിൽ വീണ് നിലവിളിക്കുന്ന കാഴ്ച, കരച്ചിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, അപകടങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, ആക്സിഡന്റുകൾ പെരുകിക്കൊണ്ടിരിക്കുന്നു, നിലവിളികൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ മിസ്രൈമിലായിരുന്നപ്പോൾ ഫറവോന്റെ വീട് മുതൽ കുണ്ടറയിൽ കാരാഗ്രഹത്തിൽ കിടക്കുന്നവന്റെ വീട് വരെ നിലവിളി ഉയർന്നു. നിലവിളി ഉയർന്നപ്പോൾ ഒരു കാര്യം അവർക്ക് മനസ്സിലായി, നമ്മുടെ പുറപ്പാടെടുത്തു വരുന്നു. മനസ്സിലാകുന്നവർ കൈ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറയണം. ഇത് പലതും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ ഉള്ള ചെറുപ്പക്കാർ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ പറയുന്നത്. അപകടങ്ങൾ വർദ്ധിക്കുകയാണ്, ആക്സിഡന്റുകൾ പെരുകുകയാണ്, നിലവിളികൾ വർദ്ധിക്കുകയാണ്. ഇതൊരു പ്രവചന വാക്യത്തിന്റെ നിവൃത്തിയാണ്. യെഹെസ്കേൽ പ്രവചനം 7-ാം അധ്യായം 25-ാം വാക്യം ശ്രദ്ധിച്ചു കേട്ടാട്ട്. യെഹെസ്കേൽ പ്രവചനം വായിച്ചാണ് സിസ്റ്ററെ. നാശം വരുന്നു, അവർ സമാധാനം അന്വേഷിക്കും, എന്നാൽ അതില്ലാതിരിക്കും. ശ്രദ്ധിക്കണം, ഈ യെഹെസ്കേൽ പ്രവചനം 7-ാം അധ്യായം ദ ഡേ ഓഫ് ദ ലോർഡ്, യഹോവയുടെ ദിവസം എന്നതാണ് അവിടുത്തെ പ്രതിപാദ്യ വിഷയം. യഹോവയുടെ ദിവസം വരുമ്പോൾ സംഭവിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അതിന്റെ 19-ാം വാക്യം ഒന്ന് വായിച്ചേ. 19-ാം വാക്യം, അവർ തങ്ങളുടെ വെള്ളി വീതിയിൽ എറിഞ്ഞു കളയും, പിന്നെ പൊന്നവർക്ക് മലമായി തോന്നും. അവരുടെ വെള്ളിക്കും പൊന്നിനും യഹോവയുടെ കോപ ദിവസത്തിൽ അവരെ വിടുവിക്കുവാൻ കഴിയുകയില്ല. അടുത്തത്, അതിനാൽ അവരുടെ വിശപ്പടക്കുകയില്ല. അടുത്തത്, അവരുടെ വയറ് നിറയുകയുമില്ല. അപ്പൊ കിലോ കണക്കിന് സ്വർണം വീട്ടിലുണ്ടെങ്കിലും അതുകൊണ്ട് ഒരു തരം ആഹാരം വാങ്ങാൻ ഒക്കാത്ത കാലം വരുമെന്ന് ഈ ബൈബിള് പറഞ്ഞു. സ്വോത്രമൊന്നും കേൾക്കുന്നില്ല. നിങ്ങൾ ചെല്ല് പിണങ്ങിയിരിക്കുന്ന പോലെ ആയിരിക്കുന്നത്. ഇത് നമ്മുടെ കൺമുമ്പിൽ വെളിപ്പെട്ടില്ലേ? 1000 കിലോ കണക്കിന് ആഹാര പദാർത്ഥം ഉണ്ടായിട്ടും ലക്ഷക്കണക്കിന് പണം ഉണ്ടായിട്ടും ഇവിടുത്തുകാരുടെ മാത്രമല്ല, നമ്മുടെ ചെങ്കന്നൂര് പുത്തൻകാവുകാർ അച്ചായന്മാർ ഉൾപ്പെടെ അങ്ങോന്ന് കൊണ്ടുവരുന്ന ഹെലികോപ്റ്ററിൽ ഇട്ട് തരുന്ന ഒരു ആഹാരത്തിന് വെയിറ്റ് ചെയ്തില്ലേ? സ്വത്രം. ഈ വേദോത്സവം പറഞ്ഞൊക്കെ നടക്കും. നോഹയുടെ കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ വിശ്വസിച്ചില്ല. ഒരാഴ്ച കൊണ്ട് 4 നില കെട്ടിടത്തിന് മീതെ വെള്ളം ഉയർത്തിയില്ലേ? നോഹയുടെ കാലത്തിന്റെ പ്രത്യേകത, നമുക്ക് മേളിന്നേ വെള്ളം വന്നുള്ളൂ. നോഹയുടെ കാലത്ത് ആഴിയുടെ അടിത്തട്ടൂടെ തുറന്നു. ഒരു കാര്യം പറയാം, ഈ വേദപുസ്തകം പറഞ്ഞതെല്ലാം അതുപോലെ സംഭവിച്ചു. അങ്ങനെയെങ്കിൽ ഇനിയുള്ള കാര്യം സംഭവിക്കും. രൂപാന്തരം പ്രാപിക്കും. അതും സംഭവിക്കുക തന്നെ ചെയ്യും. കൈകളടിച്ച കുഞ്ഞെ വായം തുറക്ക, ശക്തിയോടെ സ്തോത്രം പറ. അതും സംഭവിക്കും. ആരാണ്ട് പറഞ്ഞ പോലെ ഈ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ എന്ത് സ്നേഹമായിരുന്നു എല്ലാവർക്കും. ഹിന്ദു എന്നില്ല, മുസൽമാൻ എന്നില്ല, എല്ലാവരും പള്ളിയിലും കൂടി എല്ലായിടവും കൂടി. ഇപ്പം ദേ വീണ്ടും അടിയായി. ഇന്നലെ ആരാണ്ട് ഇട്ടേക്കും, തമ്പുരാനെ ഒന്നുകൂടെ വെള്ളപ്പൊക്കം വന്നാൽ എത്ര നല്ലതായിരുന്നു. സ്വോത്രം, സ്വോത്രം. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, അവിടെ ഒരു പദമുണ്ട്. ഈ വേദപുസ്തകം പറഞ്ഞൊക്കെ സംഭവിക്കും സുഹൃത്തൊക്കെ. ഞങ്ങൾ ഇന്നലെ ഇന്നും പറഞ്ഞൊന്നുമല്ല. പൊന്ന് മലമായി മനുഷ്യന് തോന്നും, വെള്ളി വീതിയിൽ എറിഞ്ഞു കളയും. ഇത് ഈ അടുത്ത കാലത്ത് സംഭവിച്ചു. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഒരു നവംബർ മാസത്തിൽ ടി വി പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ നിരോധിക്കുന്നു. സ്വോത്രം, സ്വോത്രം. അപ്പൊ അതുവരെ വിലയുണ്ടായിരുന്ന 1000, 500 വിലയില്ലാതായി. അതുവരെ വിലയില്ലായിരുന്ന 100, 10 ഒക്കെ വിലയുള്ളതായി മാറി. ഈ കർത്താവിന്റെ വരവിൽ ഇങ്ങനെ സംഭവിക്കും. അതുവരെ വിലയുള്ളത് വിലയില്ലാതായി മാറും. സ്വോത്രം, സത്യോട് പറയണം, അതുവരെ വിലയില്ലാത്തത് വിലയുള്ളതായി മാറും. അപ്പൊ അന്നെന്താ കണ്ടത്? നിങ്ങൾ കണ്ടില്ലേ? നോട്ട് കൂട്ടിയിട്ട് കത്തിക്കുന്നു. മലത്തിന്റെ ഇടയിലിട്ടത് വരെ കണ്ടില്ലേ? ക്ലോസറ്റിലിട്ട് കണ്ടില്ലേ? ഇവിടെ ഒറ്റ രാത്രി കൊണ്ട് ഇതൊക്കെ ഇല്ലാതാകില്ലേ? അന്ന് പറഞ്ഞ് 2 ലക്ഷം ഉണ്ടെങ്കിൽ 10,000 എടുക്കാമെന്ന്. മനസ്സിലായോ? ഇനി അത് സംഭവിക്കും. കൂട്ടിയിട്ടോ. നിങ്ങൾക്ക് 15 ലക്ഷം ബാങ്കിലുണ്ടെങ്കിൽ 1 ലക്ഷം നിങ്ങൾക്ക് എടുക്കാം, ബാക്കി 13 ഗവൺമെന്റ് എടുക്കാൻ പോകുന്നു പറയുന്ന കാലം വരാൻ പോവാ. വെള്ളം പോലും കുടിക്കാത്ത പിശുക്കൻ അച്ചായന്മാരെല്ലാം കൂട്ടിയിട്ടോണ്ടിരിക്കുക. ഇതൊക്കെ ആന്റി ക്രൈസ്റ്റിനാകാൻ പോവാ. ഇതൊക്കെ ഇറക്കി സുവിശേഷമൊക്കെ നടത്ത്, ആത്മാക്കളെ നേട്, കർത്താവിനായി പ്രവർത്തിക്ക്, കൈ ഉയർത്തി സ്തോത്രം പറഞ്ഞ ശക്തിയോടെ. അപ്പൊ നിങ്ങളുടെ ഒരു കാര്യം ഞാൻ പറയാൻ പെടുക. ഈ സ്വർണം മനുഷ്യൻ വീതിയിൽ എറിഞ്ഞു കളയും, വെള്ളി മലമായി തോന്നും. ഇത് ബൈബിളാ പറഞ്ഞത്.
ഇത് സംഭവിക്കുന്നത് വിശ്വസിക്കുന്നത് മാത്രം സ്തോത്രം പറയാം. നിങ്ങൾക്കറിയാം ഇപ്പൊ ഏറ്റവും അധികം ഇവിടെ കൊണ്ടുവരുന്നത് എന്താ? ഈ എയർപോർട്ടിൽ പിടിക്കുന്നതൊക്കെ എന്തുവാ? സ്വർണം. എവിടൊക്കെ വെച്ചാ കൊണ്ടുവരുന്നതെന്നും എനിക്കറിയത്തില്ല. കൊണ്ടുവന്നങ്ങ് കൂട്ടുക. ഓർത്തോണം, ഇത് വലിച്ചെറിയാൻ കാലമായി. എന്തിനാ വലിച്ചെറിയുന്നത്? ഇപ്പം തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഈ ടൗണിലൊക്കെ നമ്മുടെ അമ്മാമ്മമാരൊക്കെ നടക്കുന്നത് തനി പെന്തക്കോസുകാരായിട്ടല്ലേ? മനസ്സിലായില്ലേ? എൻ്റെ ഭാര്യ എന്നോടൊപ്പം കാറിലൊക്കെ ഇങ്ങനെ വരുമ്പോൾ എന്നെ അച്ഛാ അവർ പെന്തക്കോസായ, അച്ഛാ അവർ പെന്തക്കോസായെന്ന് പറയും. ഞാൻ പറയേണ്ട കൊച്ചെ, അവർ പെന്തക്കോസായതല്ല, കള്ളനെ പേടിച്ച് ഇതെല്ലാം ഊരി വെച്ചിട്ട്. സ്തോത്രം. ഈ നേരത്തെ പെന്തക്കോസായവർക്കാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം. ഇല്ല, നിങ്ങളിവിടുന്ന് പോകുമ്പോൾ നിങ്ങളെ ഒറിജിനൽ പെന്തക്കോസുകാരിയാക്കിയേ വിടത്തുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഈ നമ്മുടെ ജയലളിതയ്ക്ക് എത്ര കിലോ സ്വർണ്ണം ഉണ്ടായിരുന്നു? വല്ലതും കൊടുത്തു വിട്ടോ? ഇതാ പെന്തക്കോസ് പ്രസംഗം. നിങ്ങൾക്ക് എത്ര ആയിരം പവൻ ഉണ്ടെങ്കിലേ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളെ ഇവിടുന്ന് വിടും മുമ്പ് എല്ലാം ഊരി മാറ്റും. ഇനി നിങ്ങളുള്ള സ്നേഹം കൊണ്ട് ഒരു 2 പവൻ, എനിക്ക് പവനൊന്നും പറയാൻ അറിയില്ല, അങ്ങ് പറയാം 5 പവൻ അല്ലെ എത്രയും പവൻ നിങ്ങളുടെ ദേഹത്തിട്ടാൽ അന്ന് നിങ്ങളുടെ കുഴിമാടം മാന്തിയിരിക്കും. അല്ലേ? ഒന്ന് പരീക്ഷിച്ച് നോക്ക്. കാരണം ശവടക്കിൽ വരുന്ന എല്ലാം വിശുദ്ധന്മാർ മാത്രമല്ല. സ്വതം ഇത് ഊരുന്നതൊന്നും അല്ല പെന്തക്കോസ് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നൊന്നുമില്ല. പെന്തക്കോസിന്റെ അകത്ത് വരണം, പെന്തക്കോസ്. ഇത് ഊരുകൊണ്ട് മാത്രമൊന്നും ആയില്ല. ഞങ്ങൾ പറഞ്ഞതൊക്കെ നടക്കുന്നുണ്ട്, സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ നിങ്ങൾ ശ്രദ്ധിക്കുക. മോളെ വായിച്ചാട്ടെ, വായിച്ച് 7:25. നാശം വരുന്നു, നാശം വരുന്നു. വായിച്ചു 7:25 വായിക്കേ. അപകടത്തിന്മേൽ അപകടവും ശ്രുതിമേൽ ശ്രുതിയും വന്നുകൊണ്ടിരിക്കും. അവർ പ്രവാചകന്മാർ അവിടെ ആ പദം ഒന്നുകൂടെ, നാശം വരുന്നു. നാശം വരുന്നു, അതാ ശ്രദ്ധിക്കണം. നാശം വരുന്നു. വായിച്ചു. അവർ സമാധാനം അന്വേഷിക്കും, എന്നാൽ അതില്ലാതിരിക്കും. അടുത്ത വാക്യം കേട്ടോ. ഇന്നേക്ക് 2700 വർഷം മുമ്പ് ബൈബിൾ പ്രവചിച്ച ശ്രദ്ധിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളോട് മാത്രമല്ല, നാട്ടുകാരോടാ. ബൈബിൾ പറഞ്ഞു അപകടത്തിന്മേൽ അപകടവും ശ്രുതിമേൽ ശ്രുതിയും വരും. ഇംഗ്ലീഷ് ബൈബിളിൽ വാക്യം ഇങ്ങനെയാണ്. ചില ഭാഷാന്തരത്തിൽ ഡിസാസ്റ്റർ ആഫ്റ്റർ ഡിസാസ്റ്റർ, അപകടത്തിന്മേൽ അപകടം, ഡിസാസ്റ്റർ ഓഫ് ഡിസാസ്റ്റർ. മറ്റു ചില ഭാഷാന്തരത്തിൽ ആക്സിഡന്റ് ആഫ്റ്റർ ആക്സിഡന്റ്. ഇവിടെ സ്തുതിമേൽ സ്തുതി എന്നാണ് മലയാളത്തിൽ, പക്ഷെ ഇംഗ്ലീഷിൽ ന്യൂസ് ആഫ്റ്റർ ന്യൂസ്. ഒന്നുകൂടെ ഞാൻ വ്യക്തമായി പറയാം. യേശു കർത്താവിന്റെ മടങ്ങി വരവിന് മുമ്പ്, ഭീകരമായ രാത്രി ആരംഭിക്കും മുമ്പ് അപകടങ്ങൾ വർദ്ധിക്കും, ആക്സിഡന്റുകൾ പെരുകും. ഒരു അപകട വാർത്ത കേട്ടതിന്റെ പുറകാലെ അടുത്ത അപകട വാർത്ത നിൽക്കും. ഒരിക്കൽ മനോരമയുടെ ഫ്രണ്ട് പേജ് നിങ്ങൾ കണ്ടോ? ആകാശത്ത്, കരയിൽ, കടലിൽ അപകടം. കടലിൽ കപ്പൽ കൂട്ടിയിടിക്കുന്നു, കരയിൽ ട്രെയിനിൽ കൂട്ടിയിടിക്കുന്നു, ആകാശ പ്ലെയിനുകൾ തകരുന്നു. നോക്കൂ, അപകടങ്ങൾ വർദ്ധിക്കും. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ ഞാൻ പറയട്ടെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, സ്നേഹിതരെ, ആക്സിഡന്റുകൾ പെരുകും, അപകടങ്ങൾ വർദ്ധിക്കും. എന്നാൽ പ്രാർത്ഥിക്കുന്നവനെ, കരയുന്നവനെ സ്വർഗം വിടുവിക്കും. ഒന്ന് കൈയടിച്ച ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറയാം. ഇത് നിങ്ങളൊരു പ്രവചനമായി ഏറ്റെടുക്കണം. ഞാൻ മഹായോഗങ്ങളിൽ പ്രസംഗിക്കുമ്പോഴും സഹോദരിമാരോട് പറയാറുള്ളത് നിങ്ങളോട് പറയുന്നു. സഹോദരിമാരെ, ഇവിടെ വന്ന സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ അരി കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ, പാത്രം തേച്ചുകൊണ്ടിരിക്കുമ്പോൾ, കറി കരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങളുടെ പ്രിയപ്പെട്ടവൻ വാഹനമായി റോഡിലിറങ്ങുമ്പോൾ, നിങ്ങളുടെ കുഞ്ഞ് സ്കൂളിൽ പോകുമ്പോൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങൾ അവരെ ഓർത്ത് പ്രാർത്ഥിച്ചാൽ അവരായിരിക്കുന്നിടത്ത് രക്തം അവർക്ക് അടയാളമായിരിക്കും. കൈകൾ ഉയർത്തിയാട്ടെ, ശക്തിയോടെ സ്തോത്രം ചെയ്യും. ഒരു തമാശയായി നിങ്ങൾ എടുക്കരുത്. കാരണം പിശാച് തനിക്ക് അല്പകാലമെന്ന് വെച്ച് ശക്തിയോടെ പ്രവർത്തിക്കുന്നു. വീടിന്റെ ഏക ആശ്രയങ്ങളെ അവൻ വഴിയിൽ തകർക്കുന്നു, വഴിയിൽ ചതച്ചരച്ചു കളയുന്നു. സ്തോത്രം. കാരണം മാനസാന്തരപ്പെടാതെ ഒരുവൻ മരിച്ചാൽ അവൻ ഇഷ്ട നരകത്തിൽ ആള് കൂട്ടാം. എന്നാൽ വേദപുസ്തകം പറയുന്നു, ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് പ്രസാദമില്ല. സ്തോത്രം. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, ചെറുപ്പക്കാരെ കുറച്ചവരുടെ കാണുന്നുണ്ട്. നിങ്ങൾ ഈ വാഹനവുമായി റോഡിൽ ഇറങ്ങുമ്പോഴേ പ്രാർത്ഥിച്ചുകൊണ്ട് കയറിയോണം. ഓരോ യാത്ര അവസാനം ഇതൊരു ദൂതാണെന്ന് ഓർത്തോണം.
ഓരോ യാത്ര അവസാനിക്കുമ്പോഴും ദൈവത്തിന് നന്ദി പറയണം. വീതിയിൽ നിന്നും വിശാല സ്ഥലത്തു നിന്നും യുവാക്കന്മാരെയും പൈതങ്ങളെയും തട്ടിക്കൊണ്ടു പോകുവാൻ റോഡുകളിൽ മരണം പതിയിരിപ്പ് നടത്തുന്നു. പ്രാർത്ഥിക്കുന്നവനെ സ്വർഗം വിടുവിക്കും. കൈകൾ ഉയർത്തിയാട്ടെ, വായം തുറക്കച്ച ശക്തിയോട്. എനിക്ക് കുഞ്ഞുങ്ങളെ കണ്ട സന്തോഷമുണ്ട്. കുഞ്ഞെ, നീ ഭാവിയുള്ളവനാ, നിന്നെ ദൈവത്തിന് നീ വിലയേറിയവനാ, നിന്റെ കുടുംബത്തിൻ്റെ ഏക ആശ്രയമാണ്. നിന്നെ തകർക്കാൻ സാത്താൻ പദ്ധതി ഇടുന്നുണ്ട്. പ്രാർത്ഥിച്ചോണം, അഹങ്കരിക്കരുത്. പിള്ളേരുടെയൊക്കെ ഈ റോഡിലൂടെയൊക്കെ ഞങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ. ഈ റോഡിലൂടെയൊക്കെ പോകുമ്പോൾ ഈ പിള്ളേരുടെയൊക്കെ വരവും പോക്കും കണ്ടാലേ ഈ ബൈക്കെന്ന് പറഞ്ഞ സാധനം റോക്കറ്റാന്ന് അവൻ്റെ ചിന്ത. എന്തോ പോക്കാ, 3-4 വെണ്ണത്തെ കയറ്റി ഇങ്ങനെ. ദൈവമേ, ഓരോ റോഡിലും ഓരോ യാത്ര അവസാനിപ്പിക്കും. ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം. പണ്ട് ഈ ഹെലികോപ്റ്ററും റോക്കറ്റും തമ്മിൽ സംസാരം ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങോട്ട് ചേട്ടാ സംസാരിച്ചെന്നാണ് പറഞ്ഞത്. അപ്പം ഈ ഹെലികോപ്റ്റർ റോക്കറ്റിനോട് ചോദിച്ചെന്നാണ് പറഞ്ഞത്, ചേട്ടാ ഞാൻ ഈ റൺവേയിലൂടെ ഇങ്ങനെ ഞെരങ്ങി നീങ്ങിയിട്ടാ പിന്നെ ഇങ്ങനെ പറന്നു പോകുന്നത്, നീ ഇങ്ങോട്ട് വരുന്നതും കാണാം, പുമ്മെന്ന് മേളോട്ട് പോകുന്നതും കാണാം. ഉടനെ റോക്കറ്റ് ഹെലികോപ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ എന്നാ പറയുന്നത്, എടാ അനിയ, നിന്നെപ്പോലെ എനിക്ക് റൺവേയിലൂടെ നിരങ്ങി നീങ്ങി മേളോട്ട് പറക്കണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ മൂടിന് തീ പിടിച്ചാൽ എന്നാ അയ്യോ. സ്വതന്ത്രം ഇവന്മാരുടെയൊക്കെ പോക്ക് കണ്ട മൂടിന് തീ പിടിച്ചോലേ പോകുന്നു. സ്വതന്ത്രം സ്വതന്ത്രം വീട്ടിൽ അമ്മയപ്പനും കാത്തിരിക്കുന്ന ഓർത്തോണം. ഈ സാധനം ഒന്ന് കയ്യിലിട്ടിയ റോക്കറ്റാന്ന് ചിന്തിക്കരുത്. ഞാൻ ഈ അടുത്ത സമയത്ത് കുറേ നാൾ മുമ്പ് ബോംബെയിൽ ദൈവനം പ്രസംഗിക്കാൻ പോയി. അപ്പോൾ എനിക്ക് റെയിൽവേ സ്റ്റേഷനുണ്ട്. ഞാൻ പറഞ്ഞു ടാക്സി പിടിച്ച് അപ്പുറത്ത് ആൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതിനപ്പുറത്ത് നല്ലൊരു ഡോക്ടർ. അപ്പം പെട്ടെന്ന് അവിടുത്തെ കൊച്ചനൊരു പൂന്നും പണ്ടൊരു സാധനം ഏൽപ്പിച്ചുകൊണ്ട് വന്ന് നിർത്തി. അങ്കിൾ ഇതിലോട്ട് കയറിക്കോ, ഞാൻ അവിടെ വിടാമെന്ന് പറഞ്ഞു. എൻ്റെ പൊന്നച്ചാൽ, ഞാൻ കയറാൻ ചെന്നപ്പോഴാണ് ഒരു കൊരണ്ടി വേണം ഇതിലോട്ട് കാല് വെച്ചേക്കാം. കാരണം അതിൻ്റെ പുറവശം തണ്ടിങ്ങിരിക്കുക. സത്യം അല്ലേ? ഇങ്ങനെ ഞാൻ അതിലോട്ട് കയറാൻ പറ്റ പാട്. ഞാനതിലോട്ട് കയറിയ എന്നും പറഞ്ഞൊരു വിടിയില്ല റോക്കറ്റ് വിടുന്നുള്ളൂ. ഞാൻ ഒത്തിരി സ്തോത്രം അതായിരുന്നു പറഞ്ഞു. അവസാനം ഇവനടുത്ത് കൊണ്ടിറക്കിയിട്ട് ചോദിച്ചു, മോനെ ഇത് എത്ര രൂപയുടെ ആളാണ്? അവൻ പറഞ്ഞു 2,80,000. കേക്കെ ചെറിയാച്ചൻ പറഞ്ഞ പോലെ നിന്നെ അല്ല, നിൻ്റെ അപ്പനെ അടിക്കണ്ടേ. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? വല്ലതും മനസ്സിലാകുന്നുണ്ടോ? 20,000 മൊബൈലും ടാബും ഒക്കെ മേടിച്ചു കൊടുത്തിട്ടേ പിള്ളേർ വഴിതെറ്റി പോയിട്ടേ. ഞാൻ എഴുതിയൊരു പുസ്തകത്തിലുണ്ട്, ആറ്റിൽ കലക്കിയിട്ട് ഒറ്റാലിൽ തപ്പിക്കൊണ്ട് കാര്യമില്ലെന്ന്. സ്തോത്രം സ്തോത്രം. മോനെ, നിന്റെ അപ്പന് 10,000 രൂപയുടെ സൈക്കിള് വാങ്ങാൻ വിലയില്ലായിരുന്നു ഓർത്തണം. അവിടുന്ന് 70,000 ബൈക്കിൽ നീ കയറുമ്പം നീ അഹങ്കരിക്കരുത്. ഇവിടുത്തെ പെന്തക്കോസുകാരനോടും പറയാം, അഹങ്കരിക്കരുത്. എന്റെ വീട്, എന്റെ കാറ്, എന്റെ സ്വത്തെന്ന് പറഞ്ഞ് നീ അഹങ്കരിക്കരുത്. നീ എപ്പോൾ കൈകളടിച്ച വാതുറന്ന ശക്തിയോടെ സ്തോത്രം പറ. എന്റെ ദൈവാശ്രയബോധം വർദ്ധിച്ചോണം. എത്ര അപകടങ്ങളാണ്, എത്ര ആക്സിഡന്റാണ്. സന്ധിയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. ഞാൻ പറഞ്ഞ ഗൗരവമായി എടുക്കണം. വളരെ പ്രാർത്ഥിക്കേണ്ട കാലഘട്ടമാ സുഹൃത്തേ. കൈകളൊന്നുകൂടി ഉയർത്തിയാട്ടെ, സന്തോഷത്തോടെ സ്തോത്രം പറയും. സമയം പോകുന്നല്ലോ, നമുക്ക് വായിക്കാം വേഗത്തിൽ. രാത്രിയുടെ മറ്റൊരു പ്രത്യേകത വായിച്ചാട്ട്. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം വായിച്ചാട്ട്. രാത്രിയുടെ അടുത്ത പ്രത്യേകത. നമ്മുടെ വിഷയം രാത്രി, അതിഭീകരമായി രാത്രി വരുന്നു. 1 തെസ്സലോനിക്കർ 5:7 വായിക്കാം. രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. നാമോ വായിച്ചോ, നാമോ പകലിനുള്ളവരാകയാൽ വിശ്വാസവും. അപ്പം പകലിനുള്ളവരുണ്ട്, രാത്രിക്കുള്ളവരുണ്ട്. ഇന്ന് രാത്രി വിളിക്കുന്ന ദൈവമക്കൾ ഓർക്കണം, നമ്മൾ പകലിനുള്ളവരാ. ഒന്നുകൂടെ കൈകൾ ഉയർത്തിയാട്ടെ സന്തോഷത്തോടെ. ഇവിടെ ഒരു പദം എഴുതിയിട്ടുണ്ട്, ഉറങ്ങുന്നവൻ. പറഞ്ഞേ, രാത്രി ഉറങ്ങുന്നു, മദ്യപിക്കുന്നവൻ. അവൻ രാത്രിയുടെ പ്രത്യേകത എന്താണ്? മദ്യപാനം കൂടും, രാത്രി കുടി വർദ്ധിക്കും. ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പം രാത്രിയൊന്നും പകലൊന്നും ഒന്നുമില്ല, 24 മണിക്കൂറും വെള്ളത്തിലാണ്. പക്ഷെ വേദവസം പറഞ്ഞു, വീഞ്ഞ് കുടിച്ചുകൊണ്ട്, നിങ്ങൾക്കിതൊന്നും അറിയത്തില്ലേ, വീഞ്ഞ് കുടിച്ചുകൊണ്ട് നേരം വൈകിക്കുന്നവർക്കും
ഇപ്പം നേരം വൈകിക്കുന്നവർ വൈകിട്ടാണ് കൂടുതൽ. ഇവിടുത്തെയൊക്കെ പ്രത്യേകത ഞാൻ കണ്ടു, ഇവിടെ എല്ലാം വൈറ്റ് ഹൗസുകളാണ്. ഈ ഏതായാലും ഞാൻ ഈ ക്രിസ്മസ് ടൈമിൽ ദൈവകൃപയായി ഇവിടെ നാട്ടിലില്ലായിരുന്നു, ഒരു 10 ദിവസം കുവൈറ്റിലായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ ഈ ക്രിസ്മസ് ടൈമിൽ കണ്ടിട്ടുള്ള കാര്യം, നമ്മുടെ ഈ ഏരിയയുടെയൊക്കെ ചങ്ങനാശ്ശേരി കോട്ടയത്തിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ക്രിസ്മസ് അടുക്കുമ്പം ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. എന്താ പ്രത്യേകത എന്നറിയാമോ? ഇവിടുത്തെ വീടുകളിലൊക്കെ 1 അല്ല 2 സ്റ്റാർ, പക്ഷെ ഇവിടുത്തെ ബാർ ഹോട്ടലിലും ചാരായ ഷാപ്പിലും 5-6 സ്റ്റാർ നിരത്തി അങ്ങ് തൂക്കും. വിദ്വാൻമാർ വഴിതെറ്റാതെ വന്നും കയറട്ടെ വിചാരിച്ചു. സ്തോത്രം. അത് പിന്നെ പറയാം. എടാ, യേശുക്രിസ്തു ജനിച്ചു, അതുകൊണ്ട് നിനക്കെന്നാ ഗുണം? നിന്നെ കൊണ്ട് ഷാപ്പുകാരന് ഗുണം. യേശു മരിച്ചു, അതിന് നിനക്കെന്നാ? അന്നേരവും നിന്നെ കൊണ്ട് ഷാപ്പുകാരന് ഗുണം. ഈ സത്യം ആരാ പറയണ്ടേ? നിങ്ങൾക്കറിയാമോ, കേരളത്തിൽ ഏറ്റവും അധികം മദ്യം ചെലവാകുന്നത് ക്രിസ്മസ് ന്യൂ ഇയറിനാണ്. കേരളത്തിൽ ഏറ്റവും അധികം മദ്യം ചെലവാകുന്നത് ഈസ്റ്ററിനാണ്. എന്നാൽ വേദപുസ്തകം പറയുന്നു, ആ ഇഷ്ടത്തെ യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്തെ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഇഷ്ടപ്പെടുകയില്ലയോ? യേശു ആണ്ടിലാണ്ടിൽ ജനിക്കുന്നില്ല, ആണ്ടിലാണ്ടിൽ മരിക്കുന്നില്ല, ആണ്ടിലാണ്ടിൽ ഉയർക്കുന്നില്ല. അവൻ ഒരിക്കലായി ജനിച്ചു, ഒരിക്കലായി മരിച്ചു, ഒരിക്കലായി ഉയർത്തു, ഇനി ഒരിക്കലായി മടങ്ങി വരും. ആ ഇഷ്ടത്താൽ ഞങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുന്നു പറയാൻ കഴിയുമോ? ഒന്നുകൂടെ കൈ ഉയർത്തിയ ശക്തിയോടെ സ്തോത്രം പറഞ്ഞേ. യേശുക്രിസ്തുവിന്റെ രക്തത്തെ നിനക്ക് പാപമോചനം കിട്ടിയോ? ഇന്ന് മരിച്ച സ്വർഗത്തിൽ പോവോ? മദ്യപാനം, ഞാൻ പറഞ്ഞു ശ്രദ്ധിക്കണം, മദ്യപാനാസക്തി വർദ്ധിക്കുന്നു, കുടി വർദ്ധിക്കുന്നു. വേദവസം പറഞ്ഞത് നശിക്കുമാറായവന് വീഞ്ഞു കൊടുക്കാനാ. അപ്പൊ അതിന്റെ അർത്ഥം വീഞ്ഞുകൂടി കൂടി മദ്യപാനം കൂടി അതിന്റെ അർത്ഥം നശിക്കാൻ പോവാ ലോകം. ഒരു കണക്ക് ഞാൻ വായിച്ചു കേൾപ്പിക്കാം, ശ്രദ്ധിച്ചു കേൾക്കണം. 1985, 84, 85 കേരളത്തിൽ ചെലവാകുന്ന, ഇത് ഔദ്യോഗിക കണക്കാണ്, മദ്യം 56 കോടിയായിരുന്നു ഒരു വർഷം. കേട്ടോണം, വളരെ ശ്രദ്ധിക്കണം. 2000, 2001 1337 കോടിയുടെ മദ്യം ബിവറേജ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റിലൂടെ പോന്ന. 2005, 2006 2635 കോടിയായി. 2010-11 6730 കോടി ഒരു വർഷം കുടിക്കുന്ന മദ്യത്തിന്റെ അളവ് കോടി. 2012-13 8818 കോടിയായി. 2014-15 11,000 കോടിയുടെ മദ്യം കേരളമകത്താക്കി. 2016 11,000 കോടി. കണ്ടോ എവിടെ തുടങ്ങിയതാ? 56. പണ്ടൊക്കെ മദ്യപാനം ആരംഭിക്കുന്ന എപ്പോഴാണെന്നറിയാമോ? 26 വയസ്സ്, 25 വയസ്സ്. ഇപ്പോഴോ 13, 18, 10. ഇതിപ്പോ അതൊക്കെ അങ്ങ് കടന്നു. ഇപ്പം ഈ കഞ്ചാവ്, കറുപ്പ്, ഹഷീഷ, LSD, മാരിജുബാന കിലോ കണക്കിനാ വന്ന് ചാടുന്നത്. ഇതെവിടെ പോവാ? കേരളത്തിലെ പിള്ളേർ, ചെറുപ്പക്കാർ ഗുണം പിടിക്കുന്ന മാർഗമായി രാത്രി ഞങ്ങളോട് പ്രസംഗിക്കുന്നത്. ഒന്നുകൂടെ കൈ ഉയർത്തി സ്തോത്രം. നിങ്ങൾ ഉറങ്ങാതെ. പണ്ട് 26 വയസ്സായിരുന്നെങ്കിൽ ഇപ്പോൾ 13-ാം വയസ്സിൽ. പണ്ട് ഈ ഷാപ്പിലൊക്കെ ആളുകൾ പോകാമെന്ന് പറഞ്ഞാൽ നമ്മുടെ സഹോദരിമാർ പ്രാർത്ഥനയ്ക്ക് വന്ന് തലേ തുണിയിട്ടുണ്ടാക്കുക, ഒരു ഒളിവും ഒക്കെ പൊളിച്ച ഈ ബാക്കിലെ വാതിലൂടെയൊക്കെ ആളുകൾ പണ്ട് കയറിക്കൊണ്ടിരുന്നത്. ഇപ്പോഴോ? ഇപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഈ ബിവറേജ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റിൽ ഈ ആളുകൾ മദ്യത്തിന് ക്യൂ നിൽക്കുന്ന കാണണം. സ്തോത്രം. വയറ്റിളക്കത്തിന് മരുന്ന് വാങ്ങാൻ നിൽക്കുന്ന പോലെ, എൻ്റെ ഭാഷയിൽ പറഞ്ഞ പട്ടി തേങ്ങാവെള്ളത്തിന് ക്യൂ നിൽക്കുന്ന പോലെ. ഒരെളുപ്പമില്ല. ഇവിടുത്തെ കുടുംബക്കാർക്കൊക്കെ ഈ പേവെള്ളം വാങ്ങാൻ നിൽക്കാൻ ഒരു നാണം കേടുമില്ല. പക്ഷെ സുവിശേഷ യോഗത്തിന് വരുന്നതും ഹല്ലേലൂയ പറയുന്നതും നാണം കേടാ. നിനക്കിത് അപമാനമാണെങ്കിൽ ഞങ്ങൾക്കിത് അഭിമാനമാണ്. ഓരാ ഇടിവെട്ടുന്നൊരു സ്വോത്രം പറയുന്നതിനകത്ത് ഞാൻ ചോദിക്കട്ടെ, ഈ ഉച്ചഭാഷ ഒത്തിരി ഇടത്ത് കേൾക്കുന്നുണ്ടല്ലോ. എത്ര വീട്ടുകാർക്ക് തന്റെ ഇടത്തോട് പറയാൻ കഴിയും എന്റെ മകൻ മദ്യപിക്കില്ലെന്ന്? എത്ര പേർക്ക് പറയാൻ കഴിയും? ഈ രാത്രി ഗ്രൗണ്ടിൽ വന്ന ദൈവമക്കളെ, നിങ്ങൾ യേശുവിനെ അറിഞ്ഞതുകൊണ്ട് ഉഗാണ്ടയിൽ പോയില്ലെങ്കിലും, അമേരിക്കയിൽ പോയില്ലെങ്കിലും, ഇറ്റലി പോയില്ലെങ്കിലും നിന്റെ തലമുറ രക്ഷപ്പെട്ടില്ലേ? ഒന്ന് വാ തുറന്ന് ശക്തിയോടെ ദൈവത്തെ കുഞ്ഞെ സ്തുതിക്ക.
യേശു നിന്നെ വിടുവിച്ചില്ലേ? അതിൽ കൂടുതൽ എന്താ വേണ്ടേ? സ്വത്രം സ്വത്രം. ഈ തള്ള തടി വഴിയെങ്കിൽ പിള്ളേർ ഇല്ലക്കുമ്പി വിടുകയാ. ഓർത്തോണം, നിന്റെ ചുണ്ടിൽ സിഗരറ്റ് വിരിയുമ്പോൾ, ഇന്ന് പുകയുമ്പോൾ നിനക്ക് എങ്ങനെ മോനെ ഉപദേശിക്കാൻ കഴിയും? എൻ്റെ ഭാഷയിൽ പറഞ്ഞേക്കാം, ഇതൊക്കെ ഇവിടെ പ്രസംഗിക്കേണ്ടത് ഊതാ. അതുകൊണ്ടാണ് കർത്താവ് ഞാൻ വിഷയം മാറ്റി കൊടുത്തതാ. സ്വത്രം. തള്ള തടി വഴിയെങ്കിൽ പിള്ളേർ ചില്ലിക്കൊമ്പി വഴിയാ. നീ ബാക്കിലെ വാതിലൂടെ കയറിയാൽ നിന്റെ മോൻ ഫ്രണ്ടിലെ വാതിലൂടെ കയറും ഷാപ്പിൽ. നീ അരക്കുപ്പി അടിച്ചാൽ നിന്റെ മകൻ മുഴുക്കുപ്പി അടിക്കും. നിന്റെ തലമുറയോർത്തെങ്കിലും ഈ മദ്യപാനത്തോട് ഇവിടെ പറയണം. നിന്നെ രക്ഷിപ്പാൻ കഴിവുള്ള യേശു ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. സ്വതന്ത്രം. രണ്ട് സംഭവങ്ങൾ ഞാൻ പറഞ്ഞു. ഒരു കാര്യം പറഞ്ഞിട്ട് ഈ നമ്മുടെ തിരുവനന്തപുരത്ത് നടന്നൊരു സംഭവമാണ്. നിങ്ങൾ പത്രത്തിൽ വായിച്ച് മറന്നുപോയി കാണും. അതിൻ്റെ ടൈറ്റിലിംഗ് ആയിരുന്നു മാതൃഭൂമി ബോക്സ് വാർത്ത. മൂക്കളെ ഒലിപ്പന്മാരായ കുടിയന്മാർ നിമിത്തം സ്കൂള് കട്ട് ചെയ്യേണ്ടി വന്നു. ഇതാ വാർത്ത. ആരാ എന്ന് പറ സഹോദര. എന്തോ ഈ മൂക്കളെ ഒലിപ്പന്മാർ കൂടി ഇത്രയേ ഉള്ളൂ. 4ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കൊച്ചൻ സ്കൂളിൽ സമ്പന്നൻ, ആ സ്കൂളിൻ്റെ പേരൊക്കെ എനിക്ക് ഞാൻ പറയുന്നില്ല, സമ്പന്നന്മാർ പഠിക്കുന്ന സ്കൂളാണ്. സ്കൂൾ ബസ് വന്നപ്പോൾ വീട്ടിൽ നിന്ന് പോയ 4ാം ക്ലാസ്സുകാരൻ ഫ്രിഡ്ജിനകത്ത് നിന്ന് ഒരു കുപ്പി സാധനം എടുത്ത് ബാഗിൽ കയറ്റി. ഇവൻ്റെ അപ്പൻ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിച്ച് കുടിക്കുന്ന അവൻ കണ്ടിട്ടുണ്ട്. യോം വിചാരിച്ച മസിൽ പെരുക്കാനുള്ള സാധനമാണ്. സ്വതന്ത്രം. എന്നിട്ട് അവിടെ ചെന്ന് ഇൻ്റർവൽ സമയമായപ്പോൾ ഈ ചെറുക്കൻ പറഞ്ഞ് ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, എൻ്റെ പപ്പ കുടിക്കുന്ന മസിൽ കൂട്ടാൻ പറ്റുന്നതാണെന്ന് പറഞ്ഞു. ഞാൻ പിള്ളേർ കൂട്ടുകാരെല്ലാം വിളിച്ചു, വെള്ളം ഒഴിക്കാതെ അവന്മാർക്കെല്ലാം കൊടുത്തു. ഇതിവിടെ കേരളത്തിൽ പള്ളത്തിൽ നടക്കുന്നതല്ലോ ഒന്ന്. അവസാനം ഇൻ്റർവെല് കഴിഞ്ഞ് ബെല്ലടിച്ച് കാസി സാറ് വന്നപ്പോൾ ഈ മൂക്കളേലിപ്പന്മാരെല്ലാം കൂടെ എന്നും പറഞ്ഞ് നിൽക്കുക. സ്വതന്ത്രം. കുറേ എണ്ണം ഛർദ്ദിച്ചു. സാറുമാർ ഛർദിൽ കോരി. അവസാനം യുവമാരെ എല്ലാം സ്കൂൾ ബാഗിന് പിറക്കിയിട്ട് വീട്ടിൽ കൊണ്ട് വിട്ടുന്നു. കേരളത്തിൽ നടന്ന കാര്യമാണ്. മനസ്സിലായോ? തലമുറകൾ നശിക്കുക. നീ എന്തിനാ ഇത് കുടിക്കുന്നേ? സമാധാനത്തിന്. പക്ഷെ വീട്ടിലെന്താ? അസമാധാനം. പണ്ടൊരാൾ ഭാര്യയുമായി വഴക്കുണ്ടാക്കി കുടിക്കാൻ പോയി. അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വന്നപ്പം ഭാര്യ 2ആയിട്ടാണ് കാണുന്നത്. അങ്ങോട്ട് പോകണേ ഒരു ശല്യമുള്ളൂ, ഇങ്ങോട്ട് വന്നിട്ട് 2ആയി. ഇതാ സംഭവം. ഈ കേരളത്തിനൊരു പ്രത്യേകത എന്നാ പ്രത്യേകത? നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകത, ഈ മദ്യത്തെ മനുഷ്യൻ സർവ്വരോഗ സംഹാരിയായി കാണുന്നു. എല്ലാ പ്രശ്നത്തിനും പരിഹാരം. അത് മനസ്സിലാക്കി തരാം. നമ്മുടെ കേരളത്തിൽ നോക്കി, കുഞ്ഞ് ജനിച്ചാൽ കുപ്പി പൊട്ടിയത്, കുഞ്ഞു മരിച്ചാലും കുപ്പി പൊട്ടിയത്, പ്രമോഷൻ കിട്ടിയാൽ കുപ്പി പൊട്ടിയത്, സസ്പെൻഷൻ കിട്ടിയാൽ കുപ്പി പൊട്ടിയത്, വിവാഹ വാർഷികത്തിന് കുപ്പി പൊട്ടിയത്, വിവാഹം പൊട്ടിയാലും കുപ്പി പൊട്ടി, അല്ലേ? എല്ലാം കുപ്പി പൊട്ടിയത്. ഈ ടി വിയിൽ എന്താ നിങ്ങൾ കാണുന്നത്? സീരിയൽ എന്നാ കാണുന്നത്? ഒരു വീട്ടിൽ വലിയ പ്രശ്നം, അങ്ങോട്ട് 2 കാലേ പോകുന്നവൻ ഇങ്ങോട്ട് 4 കാലേ വരിക. ഒന്ന് സിഗരറ്റിന് വീട്, അല്ലെ ഒന്ന കുടിക്കുക. അപ്പൊ സമാധാനത്തിന് ഇതാന്നാ പഠിപ്പിക്കുന്നത്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം നിന്നോട് പറയുന്നത്, പ്രശ്നം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ കുപ്പി പൊട്ടിക്കാനല്ല, നീയും നിന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും മുട്ടിന്മേൽ നിന്ന് കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങ്. വിടുവിക്കുന്ന കർത്താവ്, സൗഖ്യമാക്കുന്ന കർത്താവ് നിന്റെ വീട്ടിലിറങ്ങി വരും. ഒന്ന് കൈയടിച്ച ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കേ. ഇതാ സുവിശേഷ സന്ദേശം. ഇതോടൊപ്പം നിങ്ങൾ കണക്ക് പറ്റുന്നത്, മദ്യപാനാസക്തി വർദ്ധിക്കുന്നു, കുടി വർദ്ധിക്കുന്നു. കിഡ്നി വിറ്റ് വരെ കുടിക്കുന്നവർ, രക്തം വിറ്റ് വരെ കുടിക്കുന്നവർ കൂടുന്നു. ഇത് രാത്രിയുടെ പ്രത്യേകതയാണ്. ഒത്തിരി കാര്യങ്ങളുടെ നേരം പോകുന്നു. ഞാൻ വേഗത്തിൽ നിർത്തട്ടെ. പിന്നെ എവിടെ എഴുതിയിരിക്കുന്നു? വെറിക്കൂത്ത്, ശയനമോഹം, ദുഷ്കാമം എന്നിവ വർദ്ധിക്കും. അതൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. വേദപുസ്തകം നമ്മൾ പഠിച്ചാൽ 5 പാപങ്ങൾ യേശു കർത്താവിന്റെ വരുമ്പോൾ സംഭവിക്കും, ഇവിടെ വർദ്ധിക്കും. വിഗ്രഹാരാധന, കുലപാതകം, മോഷണം, ക്ഷുദ്രപ്രയോഗം, ദുർനടപ്പ്, ഇവ വർദ്ധിക്കുന്നു. പ്രിയ സ്നേഹിതരെ, ഭൂമി ഭീകരമായ ഒരു രാത്രിയിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു. ഇനിയും ഒരു നല്ല കാലം വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട. കേരളത്തിൻ്റെ അവസ്ഥ എന്നാ? നിരപരാധികളെ ചലിച്ചതിക്കുകയല്ലേ. എന്തോ അതിൻ്റെ കാരണം പറഞ്ഞാൽ ചുമ്മാ അങ്ങ് അടിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും നിസാരമായ കാര്യങ്ങളുടെ പേരിൽ അങ്ങ് തീ വെക്കുക, അങ്ങ് നശിപ്പിക്കുക, തകർക്കുക. ഇവിടെ സ്വൈരജീവിതമൊന്നും ഇനിയും കിട്ടത്തില്ല. ഒരു രാജാവ് നീതിയോടെ വാഴും. അന്ന് പ്രഭുക്കന്മാർ ന്യായത്തോട് ന്യായപാലനം ചെയ്യും. അന്ന് മാത്രമേ ഇവിടെ നീതി വരെയുള്ളൂ. മോനെ ഒന്ന് എഴുന്നേറ്റുന്നത് സഹോദര. രാത്രി ഇല്ലാത്തൊരു ദേശം
എന്നേക്കും പാർപ്പിടമാം മർത്യമല്ലാത്തൊരു വേഷം പ്രാപിക്കും നിശ്ചയമായി. രാത്രിയില്ലാത്തൊരു ദേശം എന്നേക്കും പാർപ്പിടമായി. എല്ലാവരും കൈയടിച്ചേ. മർത്യമല്ലാത്തൊരു വേഷം പ്രാപിക്കും നിശ്ചയമായി. എണ്ണമില്ലാത്ത വിശുദ്ധർ പൊൻകുരുത്തോലയുമായി വർണ്ണിക്കും ദൈവത്തിൻ നീതി സ്വർഗീയ രാഗത്താൽ. യേശുവൻ സങ്കേതം എന്നിത്യ പറയുമേ ആശ്രയം. മോനെ കൈയടിച്ചേ, എല്ലാവരും കൈയടിച്ചേ. സ്ഥിരമേ യേശുവൻ സങ്കേതം എന്നിത്യ പറയുമേ ആശ്രയം തന്നാമം സുസ്ഥിരമേ. ലോകത്തിൽ ആശ്രയമൊന്നും ശാശ്വതമല്ലകയാൽ ശോകത്തോടും കറ്റിലൂടെ ഓടിമറയുന്നു ഞാൻ. ലോകത്തിൽ ആശ്രയമൊന്നും ശാശ്വതമല്ലകയാൽ ശോകക്കൊടുങ്കാറ്റിലൂടെ ഓടിമറയുന്നു ഞാൻ. ദൂരെ ദൂരെ കാണും നിത്യ പവനത്തെ വേഗം ഞാനെന്നും ചേരും അതത്ര ഭാഗ്യമേ. ദൂരെ ദൂരെ കാണും നിത്യ ഭവനത്തെ വേഗം ഞാനെന്നും ചേരും അതത്ര ഭാഗ്യമേ. യേശുവൻ സങ്കേതം എന്നിത്യ പറയുമേ ആശ്രയം തന്നാമം ആഗമസുസ്ഥിരമേ. യേശുവൻ സങ്കേതം എന്നിത്യ പറയുമേ ആശ്രയം തന്നാമം ആഗമസുസ്ഥിരമേ. മായ തൊക്കെയും നശ്വരമേ മണ്ണിൽ ഭാഗ്യമെല്ലാം മാറി മറഞ്ഞിടുമേ. കൺകൾക്കിൻപമായ തൊക്കെയും നശ്വരമേ മണ്ണിൽ ഭാഗ്യമെല്ലാം മാറി മറഞ്ഞിടുമേ. വേദന മാത്രമാണെന്നും ജീവിത നാളുകളിൽ ബോധങ്ങൾ മാത്രമാണെന്നും സ്വർഗീയ നാടതിൽ. വേദന മാത്രമാണെന്നും ജീവിത നാളുകളിൽ ബോധങ്ങൾ മാത്രമാണെന്നും സ്വർഗീയ നാടതിൽ. ഓ യേശുവൻ സങ്കേതം എന്നിത്യ പറയുമേ ആശ്രയം തന്നാമം ആഗമസുസ്ഥിരമേ. യേശുവൻ സങ്കേതം എന്നിത്യ പറയുമേ. എല്ലാവരും വാർത്ത പാടിക്കേ ശക്തിയോടെ. ഹല്ലേലൂയ. ആഗമസുസ്ഥിരമേ. ഓ മുഴങ്ങും കാഹളമെല്ലാം ഗംഭീരനാദത്തോടെ ധ്വനിക്കും ദൈവത്തിൻ ശബ്ദം വിശുദ്ധരുയർക്കുമേ. മുഴങ്ങും കാഹളമെല്ലാം ഗംഭീരനാദത്തോടെ ധ്വനിക്കും ദൈവത്തിൻ ശബ്ദം വിശുദ്ധരുയർക്കുമേ. തേജസമ്പൂർണനാമേശു വേഗത്തിൽ വന്നിടുമ്പോൾ ജ്യോതിസ് പോലെ നല്ലേക്കും തൻകൂടെ വാഴും നാം. തേജസമ്പൂർണനാമേശു വേഗത്തിൽ വന്നിടുമ്പോൾ ജ്യോതിസ് പോലെ തൻകൂടെ വാഴും. ശക്തിയോടെ പാടോ. ജ്യോതിസ് പോലെ ഹല്ലേലൂയ. തൻകൂടെ വാഴും ഞാൻ. ഓ യേശു എൻ സങ്കേതം. എല്ലാവരും മാറുന്നു ശക്തിയോടെ പാടിയാട്. ആശ്രയം നാമം ആനമസുസ്ഥിരമേ. യേശുവൻ സങ്കേതം എന്നിത്യ പറയുമേ ആശ്രയം ലോകത്തിൽ ആശ്രയം സുസ്ഥിരമേ. ലോകത്തിൽ ആശ്രയമൊന്നും ശാശ്വതമല്ലകയാൽ ശോകക്കൊടും കാറ്റിലൂടെ ഓടിമറയുന്നു ഞാൻ. ലോകത്തിൽ ആശ്രയമൊന്നും ശാശ്വതമല്ലകയാൽ ശോകക്കൊടും കാറ്റിലൂടെ ഓടിമറയുന്നു ഞാൻ. ദൂരെ ദൂരെ കാണും എന്നിത്യ ഭവനത്തെ വേഗം ഞാനു ചേരും അതത്ര ഭാഗ്യമേ. ദൂരെ ദൂരെ പാടിക്കേ കൈയടിച്ച് ശക്തിയോടെ. ഹല്ലേലൂയ. ഭാഗ്യമേ. ഓ ദൂരെ ദൂരെ കാണോ എന്നിത്യ ഭവനത്തെ ഓ വേഗം ഞാനു ചേരും അതത്ര ഭാഗ്യമേ. ദൂരെ ദൂരെ കാണോ എന്നിത്യ ഭവനത്തെ വേഗം ഞാനു ചേരും അതത്ര ഭാഗ്യമേ. ദൂരെ ദൂരെ കാണോ എന്നിത്യ ഭവനത്തെ വേഗം ഞാനു ചേരും അതത്ര ഭാഗ്യമേ. ദൂരെ ദൂരെ കാണോ എന്നിത്യ ഹല്ലേലൂയ. വേഗമാന വൈദോ ൂടമാരോ ൂടമാന വൈദോ ൂടമാനയോ ൂടമാരോ സാധുമാനയേ. ദൂരെ 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 കാണോ വേഗം ഞാനങ്ങ് ചേരും അതത്ര ഭാഗ്യമേ. ദൂരെ ദൂരെ കാണും എന്നിത്യ ഭവനത്തെ വേഗം ഞാനങ്ങ് ചേരും അതത്ര ഭാഗ്യമേ. വേഗം ഞാനങ്ങ് ചേരും അതത്ര ഭാഗ്യമേ.
വേഗം ഞാനങ്ങു ചേരും അതത്ര ഭാഗ്യമേ വേഗം ഞാനങ്ങു ചേരും അതത്ര ഭാഗ്യമേ വേഗം ഞാനങ്ങു ചേരും അതത്ര ഭാഗ്യമേ. കൺകൾക്കിൻപമായതെല്ലാം നശ്വരമാണ്, മണ്ണിൻ ഭാഗ്യമെല്ലാം മാറി മറിഞ്ഞിടും. ദൂരെ ദൂരെ കാണും എന്നിത്യഭവനത്തെ, വേഗം ഞാനങ്ങ് ചേരും. എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? കാണുന്നത് താൽക്കാലികമാണ്, കാണാത്തതോ നിത്യമാണ്. നൊടി നേരത്തേക്കുള്ള ലഘുവായ സങ്കടം തേജസ്സിൻ്റെ അത്യന്ത ഖന ലഭിപ്പാൻ കാരണമാകുന്നു. കാണുന്നതിനെയല്ല, കാണാത്തതിനെ എത്രയേ ഞങ്ങൾ നോക്കിപ്പാൻ. ഈ ലോകജീവിതം ക്ഷണികമാണ് സഹോദരങ്ങളെ. ഭീകരമായ രാത്രി, ഒന്നുകിൽ മരണത്താൽ നിത്യ നരകത്തിൽ നിങ്ങളെത്തും, അവിടെ ഭീകരമാണ്. ഇല്ല, ഈ ഭൂമിയിലെ വാസം ഭീകരമാകാൻ പോകുകയാണ്. ഈ രാത്രി ഞാനിവിടെ വന്നത് രാത്രിയെക്കുറിച്ച് പറഞ്ഞു നിർത്താൻ വേണ്ടിയല്ല. ഞങ്ങൾ കാത്തിരിക്കുന്നത് ഒരു പ്രഭാതത്തെയാണ്. പ്രത്യാശയുള്ള ദൈവമക്കൾ വാ തുറന്നാട്ട് ശക്തിയോടെ സ്തോത്രം പറഞ്ഞാട്ട് ഒരു പ്രഭാതം ഞങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നുണ്ട്. ഇന്ന് ഞങ്ങൾ ദുഃഖിക്കുന്നുണ്ട്, ലോകത്തിൽ നിന്ദിതരായി. എന്നാൽ അന്ന് ഞങ്ങൾ ആനന്ദിച്ചിടും, ദൂതരാൽ വന്നിതരായി. എല്ലാവർക്കും ഞോണ്ടാനായിട്ടിരിക്കുന്നവരാണ് ദൈവമക്കളെന്ന് തോന്നിപ്പോവും. ഞങ്ങളൊരു ന്യൂനപക്ഷമാണ്, ആരാലും അറിയപ്പെടാത്തവരും മാനിക്കപ്പെടാത്തവരുമാണ്. എന്നാൽ ഞങ്ങളെ അറിയുന്ന ആദരിക്കുന്ന ഒരു സ്വർഗം ഉയരത്തിലുണ്ട്. സ്തോത്രം. എന്താണ് പ്രഭാതത്തിന്റെ പ്രത്യേകത? ചില പ്രത്യേകത പറഞ്ഞ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഒന്ന്, പ്രഭാതം ഉണർവിന്റെ വേളയാണ്. മലാക്കി പ്രവചനം 4-ാം അധ്യായം 1 മുതൽ വായിച്ചോട്ടെ. മലാക്കി പ്രവചനം 4-ാം അധ്യായം 1 മുതൽ വായിക്കാം. വേഗത്തിൽ. ചൂള പോലെ കത്തുന്നൊരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാം. നോക്കൂ, ഇങ്ങോട്ട് നോക്കിയേ. ഈ മനുഷ്യർ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയാസിലൊക്കെ ഒത്തിരി പരിഹാസം വരുന്നുണ്ട്. ജീവനൊരു ദൈവം ഉണ്ടെങ്കിൽ ഇതൊക്കെ എന്തുകൊണ്ട് ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നു? ദൈവം എന്തുകൊണ്ട് നിശബ്ദനായിരിക്കുന്നു? ഈ അടുത്ത കാലത്ത് ഒരു പരിഹാസിയായ നിരീശ്വരവാദി പറഞ്ഞു, ഒന്നിൽ ദൈവമില്ല, ദൈവം ഉണ്ടെങ്കിൽ അയാൾ മരിച്ചുപോയി. മറ്റൊരു കാര്യം പറഞ്ഞു, ദൈവം ഉണ്ടെങ്കിൽ അദ്ദേഹം വയസ്സനായിപ്പോയി, ദൈവത്തിനെ കാണാൻ കഴിയുന്നില്ല, കേൾക്കാൻ കഴിയുന്നില്ല. ഞങ്ങളുടെ ദൈവം വയസ്സനായിട്ടില്ല, അവൻ ഗതിഭേദത്താൽ ആച്ഛാദനമുള്ളവനല്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവം തമ്പുരാൻ ഉയരത്തിലുണ്ട്. പക്ഷെ എന്താ ഇപ്പോൾ അടിക്കാത്തതെന്നറിയാമോ? ഇപ്പോൾ ഇത് ന്യായവിധിയുടെ സമയമല്ല. അറിയായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ദൈവം മനുഷ്യരോട് കൽപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. എല്ലാത്തിനും ഒരു കാലമുണ്ട് സഹോദര. ഇവിടെ വായിച്ചു കേട്ടോ, ചൂള പോലെ കത്തുന്നൊരു ദിവസം വരും. അന്ന് സകല അഹങ്കാരികളും ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ നശിപ്പിച്ചു കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ദുഷ്പ്രവർത്തിക്കുള്ള ശിക്ഷാവിധി തക്ഷണം നടക്കാത്തത് കൊണ്ട് മനുഷ്യൻ പാപം ചെയ്യുന്നു. അതുകൊണ്ട് ന്യായവിധിയില്ലെന്നോ ദൈവമില്ലെന്നോ എന്ന് ചിന്തിക്കരുത്. മാനസാന്തരപ്പെടാൻ ദൈവം ഒരു അവസരം തരികയാണ്. ഈ വായിച്ചത് ഇങ്ങനെയാണ്, ചൂള പോലെ കത്തുന്ന ദിവസം വരും, അന്ന് സകല അഹങ്കാരികളും ദുഷ്പ്രവർത്തിയും താഴെയാകും. വരുവാനുള്ള ദിവസം വേരും കൊമ്പ് ശേഷിപ്പിക്കാതെ നശിപ്പിച്ചു കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ ചെയ്യുന്നു. അടുത്ത വാക്യം, എന്നാൽ എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടെ ഉദിക്കും. അടുത്ത വാക്യം, നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ വരുന്ന പശുക്കിടാങ്ങളെ പോലെ തുള്ളിച്ചാടും. കൈകൾ ഉയർത്തി ശക്തിയോടെ സ്തോത്രം പറഞ്ഞാട്ട്, കരങ്ങൾ അടിച്ച ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഒന്ന്, പ്രഭാതം സൂര്യൻ ഉദിക്കുന്ന വേളയാണ്. സൂര്യൻ ഉദിക്കുന്ന വേള ഏതാണ്? സൂര്യൻ. ഹോശയ പ്രവചനം വായിച്ച് 6-ാം അധ്യായം 3-ാം വാക്യം ശ്രദ്ധിച്ചു കേൾക്കൂ. ഹോശയ 6:3. നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിവാൻ നാം ഉത്സാഹിക്കുക. അവന്റെ ഉദയം പ്രഭാതം പോലെ. എന്തോ മനസ്സിലായി നിങ്ങൾക്ക്? ഇങ്ങോട്ട് നോക്കൂ. അവന്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്. ഈ രാത്രി ഞങ്ങൾ ഈ നാട്ടുകാരോട് പറയട്ടെ, നാളെ സൂര്യൻ ഉദിക്കുമെന്നത് സത്യമാണെങ്കിൽ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുന്നത് സത്യം. അമേരിക്കൻ സെനറ്റ് കൂടി നാളെ സൂര്യൻ ഉദിക്കൽ എന്ന് പറഞ്ഞാലും നാളെ സൂര്യൻ ഉദിച്ചിരിക്കും. ഇന്ത്യൻ പാർലമെന്റ് കൂടി നാളെ സൂര്യൻ ഉദിക്കൽ എന്ന് പറഞ്ഞാലും നാളെ സൂര്യൻ ഉദിച്ചിരിക്കും. നാളെ സൂര്യൻ ഉദിക്കുമെന്ന് സത്യമെങ്കിൽ ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി കുലമരത്തിൽ മാനവത്തിന്റെ അവസാനത്തോട് രക്തം വരെ ഊറ്റി നൽകി കരിമത്യക്കാരൻ യോസഫിന്റെ കടം വാങ്ങി കല്ലറടക്കം ചെയ്യപ്പെട്ട് കല്ലറയെ തകർത്തുയർത്തെഴുന്നേറ്റ നാസറിയനായ യേശു മടങ്ങി വരും.
സ്തോത്രം പറ, വിശ്വാസത്തോടെ സ്തോത്രം പറ. ദൈവമക്കളെ, നാളെ സൂര്യനുദിക്കുന്ന സത്യമെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. സത്യം. ഒന്നുകൂടെ സന്തോഷത്തോടെ. ഒന്ന്, സൂര്യനുദിക്കുന്ന വേള. രണ്ട്, ഉണർവിൻ്റെ വേള. നോക്കൂ, ഈ വൃക്ഷങ്ങളെല്ലാം കിളികളിരിപ്പുണ്ട്. ഇവയെല്ലാം ഇപ്പം നിശബ്ദമാണ്. പക്ഷെ നേരം വെളുക്കാൻ തുടങ്ങുമ്പോൾ ഇത് ചിലയ്ക്കാൻ തുടങ്ങും. അതിൻ്റെ അർത്ഥം സൂര്യനുദിക്കാൻ പോകുന്നു. സത്യത്തിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്താണ്? എല്ലാ കിളിയും ചിലച്ച് തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം നീതി സൂര്യൻ ഉദിച്ചുയരാറായി. ഒന്നുകൂടെ സന്തോഷത്തോടെ സ്തോത്രം പറയാം. പ്രഭാതം 1, സൂര്യനുദിക്കുന്ന വേള. 2, ഉണർവിൻ്റെ സമയം. 3, നിദ്രയിൽ നിന്ന് ഉണരുന്ന വേള. ഇതൊക്കെ വിവരിക്കേണ്ടതാണ്. ഈ രാത്രി നമ്മളൊക്കെ ഉറങ്ങാൻ പോകും. അടുത്ത പ്രഭാതത്തിൽ നമ്മൾ എഴുന്നേറ്റ് വരും. സ്തോത്രം. ഈ നിദ്രയിൽ നിന്ന് ഉറങ്ങുക എന്ന് പറഞ്ഞാൽ വേദപുസ്തകം പഠിപ്പിക്കുന്നത് ഒരു ഭക്തന്റെ മരണം നിദ്രയെന്നാണ്. എൻ്റെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു. ദാനിയേലിനോട് പറഞ്ഞു, നീയോ ദാനിയേലെ പൊയ്ക്കൊള്ളുക. സ്തോത്രം. നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നിന്റെ യോഗ്യത പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും. നിലത്തെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ ചിലർ നിത്യജീവനായും ചിലർ നിത്യലജ്ജയ്ക്കായും ഉണരും. അതിന്റെ ഇടയിലൊരവുന്നുമില്ല. സ്തോത്രം. നിദ്ര കൊള്ളുന്നവരിൽ ഒന്നുകിൽ നിത്യലജ്ജയ്ക്കായി അല്ല നിത്യ സന്തോഷത്തിനായി ഉണരും. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഉറങ്ങാൻ പോയവർ ഉണർന്നു വരുന്ന വേളയാണ് പ്രഭാതവേള. ഓ, വാ തുറന്ന ശക്തിയോടെ സ്തോത്രം പറഞ്ഞേ. നമ്മുടെ പ്രിയരായവരെ നമ്മൾ കാണും. അതുകൊണ്ടാണ് 90 സങ്കീർത്തനക്കാരൻ പറഞ്ഞു, 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ഒരു ദിവസം പോലെയും കഴിഞ്ഞുപോയ ഒരു യാമം പോലെയും. മനസ്സിലായോ? 1000 ദിവസം ഒരു യാമം പോലെ. അതിന്റെ അർത്ഥം ഞാൻ ദൈവമൊക്കെ മനസ്സിലാക്കി തരാം. അതായത് 50 വർഷം മുമ്പ് മരിച്ചൊരു ദൈവ പൈതൽ കർത്താവ് വരാൻ ഇനി 10 വർഷം കൂടെ താമസിച്ചാലും അവൻ എഴുന്നേറ്റ് വരുന്നത് 60 വർഷത്തെ ക്ഷീണത്തോടല്ല, ഇന്നലെ ഉറങ്ങാൻ പോയിട്ട് എഴുന്നേറ്റ് വരുന്ന പോലെയാ. നിദ്രയിൽ നുണരും. നിങ്ങൾക്ക് ആ പ്രത്യാശയുണ്ടോ? മരണശേഷം ബസ്പുർഖാനെ ചെല്ലുവെന്നല്ല ബൈബിൾ പറഞ്ഞേ, കുട്ടി നരകത്തിൽ ചെല്ലുവെന്നല്ല. നന്മ ചെയ്തവർ ജീവനായും. അതാ യേശു പറഞ്ഞു, ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്, കല്ലറയുള്ള എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യും. 2 വിളികൾ, 2 പുനരുത്ഥാനങ്ങൾ. സ്തോത്രം, സ്തോത്രം. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ആരാ? ഭൂമിയിലൊരു മനുഷ്യനല്ല, സത്യമായും സത്യമായും യേശു പറഞ്ഞു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കും, കേൾക്കുന്നവർ ജീവിക്കും. നിലത്തെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ ചിലർ നിത്യജീവനായി ഉണരും, നിത്യലജ്ജയ്ക്കായി ഉണരും. ഇത് യേശു കർത്താവ് പറഞ്ഞതാ. നിങ്ങൾ എന്തിനായി കാത്തിരിക്കുന്നു? പ്രഭാതം, ഉണർവിന്റെ വേള. മുമ്പേ നമ്മൾ വായിച്ചു, സ്തോത്രം, സന്ധ്യങ്ങൾ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസിലോ കയ്യാർത്തിയോ. സ്തോത്രം പറ. വേദവസം പറയുന്നു, തന്റെ ജനത്തിന്റെ നിന്ന സർവ്വഭൂമിയിൽ അവൻ നീക്കിക്കളയും. യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസ ഘോഷത്തോടെ സിയോനിലേക്ക് വരും. നിത്യാനന്ദം അവിടെ തലമേലുണ്ടായിരിക്കും. ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. ഞങ്ങളെ ഉറക്കളയ്ക്കുന്ന വെറുതെയല്ല, ഈ നിന്ന് സഹിക്കുന്ന വെറുതെയല്ല, ഈ ആക്ഷേപം സഹിക്കുന്ന വെറുതെയല്ല. നൊടി നേരത്തേക്കുള്ള ലഘുവായ സങ്കടം തേജസ്സിൻ്റെ അത്യന്ത ഘനം കിട്ടും. സുഹൃത്തെ, ഒന്നുകിൽ ഭീകരമായ രാത്രി, അല്ലെങ്കിൽ പ്രഭാതം. നിങ്ങൾ എവിടേക്ക് പോകും? ഒന്നുകിൽ ഇരുണ്ട ശവക്കല്ലുറയ്ക്കപ്പുറം നിത്യാഗ്നി, അല്ലെങ്കിൽ നിത്യസന്തോഷ സ്ഥലം. നിങ്ങളെവിടെ എത്തും? സ്വർഗം യാഥാർത്ഥ്യമാണ്, നരകം യാഥാർത്ഥ്യമാണ്. നിങ്ങൾ എവിടേക്ക് പോകാൻ കാത്തിരിക്കുന്നു? സ്വർഗത്തിൽ നിങ്ങൾ എത്തണോ? ക്രൂശിൽ മരിച്ച യേശുവിനെ കർത്താവായി സ്വീകരിക്കണം. നമ്മളെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വഴി നടത്താൻ ഒരുവൻ അന്ധകാരത്തിലായി, അവനത്രേ നസ്രയനായ യേശു. ഒരു വാക്യോടെ വായിച്ച് പുസ്തകം അടയ്ക്കാം. യിരെമ്യാ പ്രവചനം 13-ാം അധ്യായം 16 മുതൽ വായിച്ചാട്ടെ. യിരെമ്യാ പ്രവചനം 13-ാം അധ്യായം 16 മുതൽ വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചാട്ടെ. ഇരുട്ടാകുന്നതിനും നിങ്ങളുടെ കാൽ അന്ധകാര പർവ്വതത്തിൽ ഇടറിപ്പോകുന്നതിന് മുമ്പേ ദൈവമായ യഹോവയ്ക്ക് ബഹുമാനം കൊടുപ്പീൻ. അല്ലെങ്കിൽ നിങ്ങൾ പ്രകാശത്തിന് കാത്തിരിക്കേ, അവൻ അന്ധതമസും കൂരിരുട്ടും വരുത്തും. കേട്ടോ, ഇരുട്ടാകുന്നതിന് മുമ്പ്, നിങ്ങളുടെ കാൽ അന്ധകാര പർവ്വതത്തിൽ ഇടറും മുമ്പ് ദൈവത്തിന് മഹത്വം കൊടുക്കണം. നാളെ എന്ന് പറഞ്ഞ് നീളെ നിങ്ങളുടെ രക്ഷാദിവസം മാറ്റരുത്. യേശുവിനെ നിങ്ങൾ രക്ഷിതാവായി സ്വീകരിക്കണം. പിതൃഭർത്ത പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവനാമത്തിൽ നിമജ്ഞന സ്നാനം സ്വീകരിക്കണം. വേർപാടിന്റെ വിശുദ്ധിയിൽ ദൈവത്തെ ആരാധിക്കണം. മാനസാന്തര ദിവസം നിങ്ങൾ മാറ്റിവെക്കരുത്, രക്ഷാദിവസം മാറ്റിവെക്കരുത്. കാരണം ഇപ്പോഴാകുന്നു രക്ഷാദിവസം.
ഇപ്പോളാകുന്ന സുപ്രസാദ കാലം. കൈയൊന്നുയർത്തി സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞു. അമേരിക്കയിൽ ബില്ലി ഗ്രഹാം എന്ന അഭിഷക്തൻ ഒരിക്കൽ പ്രസംഗിക്കുകയായിരുന്നു. ആ യോഗത്തിൽ വെച്ച് ഒരു ക്യാബറെ നർത്തകി ആ യോഗത്തിലുണ്ടായിരുന്നു. യേശു കർത്താവിൻ്റെ വചനം ശക്തിയോടെ അവൾ ഇടപെട്ടു. അവൾക്ക് മാനസാന്തരപ്പെടണമെന്നുണ്ട്. പക്ഷേ അവൾ ഡോക്ടർ ഗ്രഹാമിനോടൊന്ന് കണ്ടു പറഞ്ഞു, ഡോക്ടർ ഗ്രഹാം, ഈ രാത്രിയിലെ ദൂതുമെന്ന് എന്നോടായിരുന്നു. എനിക്ക് മാനസാന്തരപ്പെടണം, എനിക്ക് സ്നാനപ്പെടണം, എനിക്ക് യേശുവിനെ പിൻപറ്റണം. നോട്ട് നൗ ബട്ട് ലേറ്റർ. ഇപ്പോഴല്ല, പിന്നാട്ട്. ഇന്ന് രാത്രി എനിക്ക് 3 സ്ഥലത്ത് ക്യാബറെ നടത്തണം. അത് കഴിഞ്ഞ് ഞാൻ മടങ്ങി വരും. ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കും. സ്തോത്രം. ബില്ലി ഗ്രഹാം പറഞ്ഞു, ഇപ്പോഴാ സുപ്രസാദ കാലം, ഇപ്പോഴാ രക്ഷാ ദിവസം, നീ മാറ്റിവെക്കരുത്. അവൾ പറഞ്ഞല്ല, ഞാൻ പോയി മടങ്ങി വരാം. അവൾ കാർ ഓടിച്ചു പോയി. ബില്ലി ഗ്രഹാം തൻ്റെ ശുശ്രൂഷ തുടർന്നു. സ്തോത്രം. യോഗം കഴിഞ്ഞ ശേഷം ബില്ലി ഗ്രഹാം തൻ്റെ സംഘവുമായി താൻ വിശ്രമിക്കുന്ന ഹോട്ടലിലേക്ക് പോകുമ്പോൾ അമേരിക്കയിലെ തിരക്കേറിയ വീതിയിലൊരു ആക്സിഡന്റ് കണ്ട അദ്ദേഹം വാഹനം സ്ലോ ചെയ്തപ്പോൾ കണ്ടതൊരു യുവതി രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു. സ്തോത്രം. അല്പം മുമ്പ് അവളോട് സംസാരിച്ച യുവതിയായിരുന്നു അത്. മാനസാന്തരപ്പെടുവാൻ, രക്ഷിക്കപ്പെടുവാൻ, ദൈവകൽപ്പന അനുസരിപ്പാൻ ദൈവം അവൾക്ക് നൽകിയ ലാസ്റ്റ് ചാൻസ് ആയിരുന്നു അത്. ഈ പ്രഭാഷണം കേൾക്കുന്ന സഹോദരങ്ങളെ, മദ്യപാനം ഉപേക്ഷിപ്പാൻ, ദുർമാർഗം ഉപേക്ഷിപ്പാൻ, പാപജീവിതത്തോട് വിട പറയുവാൻ, യേശുക്രിസ്തുവിൻ്റെ പാപന രക്തത്താൽ നിന്റെ പാപം കഴുകപ്പെടുവാൻ, നിന്റെ കുടുംബത്തിൽ സമാധാനം വരുവാൻ ദൈവം നിനക്ക് തരുന്ന ലാസ്റ്റ് ചാൻസ് ഒരുപക്ഷെ ഇതായിരിക്കാം. അവസാന അവസരം ഇതായിരിക്കാം. ഈ രാത്രി നീ മുട്ടിമേൽ നിന്ന് യേശുവിൻ്റെ രക്ഷിതാവായി സ്വീകരിക്കണം. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നിന്റെ പാപം കഴുകുവാൻ ഏൽപ്പിക്കപ്പെടണം. കൈയൊന്നുയർത്തിയ ശക്തിയോട് ദൈവത്തെ സ്തുതിച്ചാണ്. മനുഷ്യജീവിതം വളരെ ക്ഷണികമാണ്. ഏത് നിമിഷമാണ് ജീവിതത്തിൽ തിരശ്ശീല വീഴുന്നറിയില്ല. എനിക്കറിയാവുന്നൊരു ദൈവദാസനുണ്ട്. ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോയി. 2 സംഭവങ്ങൾ. വളരെ നല്ലൊരു കൊച്ചൻ, ഒരു പയ്യൻ, 19 വയസ്സേ ഉള്ളൂ. നല്ലൊരു പേരാണ് അവൻ്റെ, ഗിഫ്റ്റൻ. അവന് ബ്ലഡ് ക്യാൻസർ ആണെന്ന് ഞാൻ അറിഞ്ഞു. അവനെ ചെന്ന് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. തിരക്കുകൾ കൊണ്ട് കഴിഞ്ഞില്ല. ഒരു ദിവസം ഞാൻ വിളിച്ചു, അവനോട് സംസാരിച്ചു, മോനെ, നാളെ 4 മണിക്ക് ഞാൻ ആ വഴിക്കൂടെ വരുന്നുണ്ട്, നിന്നെ വന്ന് കാണാം. അവൻ പറഞ്ഞു, ഓക്കെ എങ്കിൽ നമുക്കിന്ന് വൈകിട്ട് കാണാം. പക്ഷേ അന്ന് വെളുപ്പിനെ 4 മണിക്ക് ആ ജീവൻ പറന്നുപോയി. സ്തോത്രം. ഞാനിവിടെ ഏറന്മുളയിൽ ബൈജു കുഞ്ഞായിരിക്കുമ്പോഴൊക്കെ ഞാൻ അവിടെ, സ്തോത്രം, അവിടെ എന്നെ വന്ന് കാണുന്നൊരു പാവപ്പെട്ട സുവിശേഷം ഉണ്ടായിരുന്നു. രാഘവൻ, തങ്കച്ചെന്ന് വിളിക്കും. കൂടെ വരാം. ഇന്നത്തെ ഇപ്പോൾ ഫോൺ സൗകര്യം ഒക്കെ കുറവാണ്. സ്തോത്രം. അദ്ദേഹം കുറേ നാളായി കണ്ടിട്ട്. ഒരു ദിവസം അദ്ദേഹം പെട്ടെന്നൊരു, ഞാനൊരു യോഗത്തിന് പോകാൻ കാറിൽ കയറും മുമ്പ് എനിക്ക് ഫോൺ കോൾ വന്നു, പാസ്റ്റർ കുറേ നാളായി അങ്ങനെ കണ്ടിട്ട് എനിക്ക് വരാൻ കഴിയില്ല, നാളെ രാവിലെ 7 മണിക്ക് ഞാൻ വീട്ടിൽ വരും. നാളെ രാവിലെ 7 മണിക്ക് ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിൽ കാണും. സ്തോത്രം. ഞാൻ കച്ചവടം കണ്ടൊരു സുവിശേഷ യോഗത്തിൽ, ഐക്യ യോഗത്തിൽ പ്രസംഗിക്കാൻ പോയി. പ്രസംഗം കഴിയുന്നപ്പോൾ എൻ്റെ മൊബൈൽ അടിക്കാൻ തുടങ്ങി. എൻ്റെ ഭാര്യ കരഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചു. എന്താ വിളിച്ചതെന്നറിയാമോ? നാളെ രാവിലെ 7 മണിക്ക് എന്നെ വന്ന് കാണാമെന്ന് പറഞ്ഞ ആ ദൈവവൃത്യൻ ആ രാത്രി 7 മണിക്ക് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. മനുഷ്യജീവിതം ശരിയമാ കുഞ്ഞെ. ഇവിടെ കൊണ്ട് ജീവിതം അവസാനിക്കില്ല. നിത്യതയുണ്ട്. ജീവിതത്തിൻ്റെ കണക്ക് തീർക്കുന്ന ദിവസമുണ്ട്. ദൈവത്തിൽ നീ കണക്ക് കൊടുക്കേണ്ടി വരും. യേശുവിനായി ജീവിപ്പാൻ നല്ല അവസരം. യേശു കർത്താവ് നിന്റെ പാപം കഴുകും, നിന്റെ കുടുംബത്തിൽ സമാധാനം തരും. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. രാത്രിയില്ലാത്തൊരു ദേശം എന്നേക്കും പാർപ്പിടമാണ്. യേശു മടങ്ങി വരാറായി, കാഹളം ധ്വനിക്കാറായി. നമുക്കെല്ലാവർക്കും ദൈവത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. ദയവായി ആരും പോകരുത്, എല്ലാവരും എഴുന്നേറ്റുന്നതാണ്. ഈ രാത്രി കർത്താവ് വന്നാൽ നീ അവനോടൊപ്പമായിരിക്കുമോ? അല്ല, നിന്റെ മരണമാണെങ്കിൽ യേശുവിനൊപ്പമായിരിക്കുമോ? എല്ലാ കണ്ണുമടച്ചാട്ട്, എല്ലാ കണ്ണുമടച്ചാട്ട്, എല്ലാ കണ്ണുമടച്ചാട്ട്. ഇന്ന് രാത്രി കൗണ്ടിൽ വന്ന ദൈവമക്കൾ ആദ്യം പ്രാർത്ഥിച്ചാട്ട്, എനിക്ക് എൻ്റെ കർത്താവിനെ കാണണം, എനിക്ക് എൻ്റെ യേശുവിനെ കാണണം. എൻ്റെ മരണമാണല്ല കർത്താവിൻ്റെ വരവാണെങ്കിൽ ഞാൻ കൈവിടപ്പെട്ടു പോകരുത്. കർത്താവേ, നിന്റെ രക്തത്താൽ എന്നെ കഴുകണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, നിന്റെ മകനാക്കി മകളാക്കി എന്നെ തീർക്കണമേ. എല്ലാവരും തുറന്ന് പ്രാർത്ഥിച്ചാട്ട്, യേശുവേ നിന്റെ രക്തത്താൽ എന്നെ കഴുകണമേ, ഒരിക്കൽ കൂടെ വിശുദ്ധീകരിക്കണമേ. വാ തുറന്നല്ല ഒരു സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നാണ്. കർത്താവേ, എന്റെ മരണമാണെങ്കിൽ നിന്റെ വരവാങ്കിൽ ഞാൻ കൈവിടപ്പെടരുത്. എനിക്ക് എൻ്റെ യേശുവിനെ കാണണം, എനിക്ക് എൻ്റെ കർത്താവിനോടൊപ്പം വാഴണം. യേശുവിന്റെ രക്തത്താൽ കഴുക പ്രാപിപ്പാൻ എന്നെ ഈ രാത്രി ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു. നീ എൻ്റെ ഹൃദയത്തിൽ വരണമേ, എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് ആഴമേറിയ സമർപ്പണത്തോടെ കർത്താവിന്റെ കരത്തിന്റെ സ്പർശനം ആഗ്രഹിക്കുന്നവർ കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക.
ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗ്ഗപിതാവേ, ഈ രാത്രിയിൽ ഈ ജനത്തിന്മേൽ നിന്റെ ശക്തി വ്യാപരിക്കട്ടെ. സകല ബുദ്ധിയും ദൈവസമാധാനത്താലൂടെ ഉള്ളം നിറയപ്പെടട്ടെ. ഈ ഗ്രൗണ്ടിൽ അവർ കടന്നു പോകുന്നത് ദൈവസമാധാനത്താലാകട്ടെ. നിന്റെ കരവരെ തൊടുന്നോർത്ത സ്തോത്രം. നിന്റെ ശക്തി അവിടെ മേൽ വ്യാപരിക്കുന്നോർത്ത സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ രക്തത്താലുള്ള ശുദ്ധീകരണം ഈ ഗ്രൗണ്ടിൽ വെളിപ്പെടുന്നോർത്ത സ്തോത്രം. നിന്റെ കരവരെ സ്പർശിച്ചിരിക്കാൻ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ കൈകൾ താഴ്ത്തിയിടാം. കണ്ണുകടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. പ്രിയ സഹോദരങ്ങൾ എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. മാരകങ്ങളായ രോഗങ്ങൾ മനുഷ്യനെ ഗ്രസിക്കുന്നു. ഇപ്പോൾ നമ്മൾ വായിക്കുന്ന എന്താണ്? കുഴഞ്ഞു വീണ് മരിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചുകൊടുന്നാണ് ദൈവമക്കളും. ബസ് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡ്രൈവർ കുഴഞ്ഞു വീണ് മരിക്കുന്നു. കണ്ടക്ടർ കുഴഞ്ഞു വീണ് മരിക്കുന്നു. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ടീച്ചർ കുഴഞ്ഞു വീണ് മരിക്കുന്നു. വിദ്യാർത്ഥി കുഴഞ്ഞു വീണ് മരിക്കുന്നു. ഒന്നുകൂടെ പറയാം, ഒരു രാത്രി ബലത്തോടിരിക്കുന്ന ദൈവത്തിന്റെ കരുണയാ. സഹോദരങ്ങളെ, ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും മുമ്പ് ഒരു ചോദ്യം. ചെറിയ സുവിശേഷ യോഗമാണ്, കുറച്ചു പേരേ ഉള്ളൂ. എങ്കിലും നിങ്ങൾക്കൊരവസരം തന്നില്ലെന്ന് വരരുത്. അതിൻ്റെ അവസരം ഞാൻ തരിക. യേശു ക്രിസ്തുവിൻ്റെ വരവ് ഏത് നിമിഷവും സംഭവിക്കാം. ലോക സംഭവമൊക്കെ അത് വിളിച്ചറിയിക്കുന്നു. യേശു കർത്താവിൻ്റെ വരവിന് ശേഷം ലോകം ഭീകരമായി മാറും. ഭീകരമായ ഭൂമി കുലുക്കങ്ങൾ ഉണ്ടാകും. സകല പണി ഇടിഞ്ഞു പൊടിഞ്ഞ് താഴെ വീഴും. മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയും. യേശു കർത്താവിൻ്റെ വരവിൽ ചെന്നായിക്കട നടുവിലെ കുഞ്ഞാടുകളായ ദൈവസഭ മാറ്റപ്പെടും. ചെന്നായികളെ കൊണ്ട് ഈ ലോകം നിറയപ്പെടും. ഇരുണ്ട സ്ഥലത്ത് ജ്യോതിർഗോളങ്ങളെ പോലെ പ്രകാശിക്കുന്ന ദൈവസഭ മാറ്റപ്പെട്ടാൽ അന്ധകാരം കൊണ്ട് ഭൂമി മൂടപ്പെടും. താഴ്വരയിലെ താമരകൾ മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ, മുള്ളുകളിലെ താമരകൾ മാറ്റപ്പെട്ടാൽ മുള്ളുകളെ കൊണ്ട് ഈ ലോകം നിറയും. ഏത് നിമിഷവും കാഹളം ധ്വനിക്കാം. ഒരു സെക്കൻഡിൽ 6 കണക്കിന് ഭൂമി കുലുക്കമുണ്ടാകും. സകല പണി ഇടിഞ്ഞ് താഴെ വീഴും. ഒരു നല്ല കാലമല്ല വരാൻ പോകുന്നത്. സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വരവിൽ ആരാണ് കൊടുക്കപ്പെടുന്നത്? ഒന്ന്, നാം അവനോട് മരിച്ചു എങ്കിൽ അവനോട് വാഴും. 2, അവന്റെ മരണത്തിന് ശാശ്വത ഏകീഭവിച്ചവരായി എങ്കിൽ അവന്റെ പുനരുത്ഥാനം ജീവിക്കും. 3, മനുഷ്യരിൽ നിന്ന് അവൻ ഏറ്റുപറയുന്നു എങ്കിൽ ദൂതന്മാരുടെ മധ്യത്തിൽ നിന്നും ഏറ്റുപറയും. 3 എങ്കിലുണ്ട്. നിനക്ക് അവിടെ മരിക്കാൻ മനസ്സില്ലയോ? വാടാൻ കഴിയില്ല. എന്താണ് മരിക്കുക? പാപത്തിന് മരിക്കുക, മാനസാന്തരപ്പെടുക. അതാണ് പാപത്തിന് മരിക്കുന്നതാണ് മാനസാന്തരം. അങ്ങനെ പാപത്തിന് മരിച്ചൊരു വ്യക്തി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിമജ്ഞന സ്നാനം സ്വീകരിക്കണം. അങ്ങനെ യേശുവിനോടുകൂടെ ചേരുവാൻ സ്നാനമേറ്റവർ അവന്റെ മരണത്തിന്റെ പങ്കാളികളായവർക്ക് മാത്രമേ അവന്റെ പുനരുത്ഥാനത്തിൽ പങ്കാളികളാകുവാൻ കഴിയൂ. യേശു യോഹന്നാനാൽ യോർദാൻ നദിയിൽ 30-ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ടു. യേശു സ്നാനപ്പെട്ട നിന്നേക്കാൾ പാപിയായിട്ടല്ല, നീ അനുഗമിപ്പാൻ നല്ലൊരു മാതൃക കാണിക്കുകയായിരുന്നു. ഈ രാത്രി ഞാൻ നിങ്ങൾക്കൊരു അവസരം തന്നില്ലെന്ന് വരരുത്. എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ട്. സഹോദരങ്ങളെ, 2019 വേണ്ടി പ്ലാനും പദ്ധതിയും പറയാക്കി പലർക്കും ഈ വർഷത്തിന്റെ അവസാനം കണ്ടില്ല. ദൈവം നിങ്ങളുടെ ആയുസ്സ് ദീർഘമാക്കി ഇവിടെ കൊണ്ടുവന്നു. ഈ രാത്രി വരെയും രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെടാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? സഹോദരങ്ങളിൽ ചെറുപ്പക്കാരിൽ സ്നാനം സത്യമാണെന്ന് എനിക്കറിയാം. എൻ്റെ മരണത്തിന് മുമ്പല്ല, എൻ്റെ യേശുവിൻ്റെ വരവിന് മുമ്പ് ദൈവം ഒരവസരം നൽകിയാൽ ഞാൻ യേശുവിനോട് ചേരുവാനുള്ള സ്നാനമേൽക്കും. കർത്താവിൻ്റെ ദാസനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെടാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ കൈകൾ ഉയർത്തിപ്പിടിക്കാം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാട്ടെ. നന്നായി കൈ ഉയർത്തിയാട്ടെ. കരങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെ രാവിലെ സ്നാനപ്പെടാനല്ല, എൻ്റെ മരണത്തിന് മുമ്പ് അല്ല, എൻ്റെ യേശുവിൻ്റെ വരവിന് മുമ്പ് ദൈവം ഒരവസരം നൽകിയാൽ ഞാൻ യേശുവിനോട് ചേരും, ഞാൻ സ്നാനപ്പെടും. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് കർത്താവിൻ്റെ ദാസനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. രക്ഷിക്കപ്പെട്ടിട്ട് സ്നാനപ്പെടാത്തവർ, സ്നാനപ്പെടാൻ ആഗ്രഹിക്കുന്നവർ നന്നായി കൈകൾ ഉയർത്തിപ്പിടിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഞങ്ങളുടെ കർത്താവേ, സ്വർഗ്ഗപിതാവേ, നിന്റെ കൽപ്പന അനുസരിപ്പാൻ മനസ്സുണ്ടായിട്ടും കഴിയാത്ത മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തടസ്സങ്ങൾ നീങ്ങിപ്പോകട്ടെ. അങ്ങ് ജലത്തിൽ സാക്ഷിച്ച് വേർപാടിന് വിശുദ്ധിയിൽ അങ്ങ് ആരാധിപ്പാൻ നിന്റെ കുഞ്ഞുങ്ങൾക്ക് നീ കൃപ നൽകണം. നിന്റെ കരവരെ തൊട്ടിരിക്കാൻ സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ഈ രാത്രി ഞങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പ്രാർത്ഥിക്കുന്ന പാസ്റ്റർ ബി മോനശനല്ല, യേശുവിൻ്റെ കരം നിങ്ങളെ തൊടും. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കും. ഈ രാത്രിയിൽ ഞാൻ രോഗിയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് രോഗസൗഖ്യം ആവശ്യമുള്ളവർ കരമുയർത്താം. ഏത് രോഗമാകട്ടെ, കടഭാരമുള്ളവർ കൈകൾ ഉയർത്താം.
ഉയർത്താം. നന്നായി കൈ ഉയർത്തിയാട്ട്. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥന ആവശ്യക്കാരം ഉയർത്താം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗീയ പിതാവേ, വിവിധ വിഷയങ്ങൾക്കായി പ്രാർത്ഥന ആവശ്യപ്പെട്ട് ഉയർത്തപ്പെട്ട കരങ്ങൾക്കായി സ്തോത്രം. നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാരം, നിന്റെ കുഞ്ഞുങ്ങളുടെ രോഗം, നിന്റെ കുഞ്ഞുങ്ങളുടെ ദുഃഖം ഞങ്ങൾക്കറിഞ്ഞൂടാ, അങ്ങക്കറിയാം. നിങ്ങൾ ഭൂമിയിൽ ബന്ധിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ അഴിക്കപ്പെടുവന പ്രകാരം നിന്റെ അഭിഷക്ത ദാസന്മാരായ ഞങ്ങൾ നാസറയനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ജനത്തിനു വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ ഗ്രൗണ്ടിൽ വിടുതൽ വ്യാപരിക്കട്ടെ, സൗഖ്യം വ്യാപരിക്കട്ടെ. രോഗാത്മാവെ വിട്ടുമാറുക, അന്ധകാര വ്യാപാരമേ വിട്ടുമാറുക. ഈ രാത്രി ജനം വിടുവിക്കപ്പെടട്ടെ. നിന്റെ കരവരെ തൊട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ